വെളിച്ചമേകാൻ ആധ്യാത്മികതയുടെ ഉന്നതങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സിറോജ് മാസ്റ്റർക്ക് രക്തേശ്വരി അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓം ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. കൃഷ്ണായ വസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. ഗോവിന്ദായ നമോ നമഃ. ഓം ശ്രീകൃഷ്ണ പരബ്രഹ്മണേ നമഃ. ഓം സരസ്വതീ നമഃ. ഓം സരസ്വതീ നമഃ. ഓം സരസ്വതീ നമഃ. ബഹുമാനപ്പെട്ട അധ്യക്ഷ, സ്വാഗത ഭാഷകൻ, സ്നേഹം നിറഞ്ഞ അമ്മമാരെ, പ്രിയ ബന്ധുക്കളെ, പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും സസ്നേഹ വിനീതമായ നമസ്തേ. ഇവിടെ മോച്ചേരി രക്തേശ്വരി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ചൈതന്യങ്ങൾക്ക് സാദര പ്രണാമം അർപ്പിക്കുന്നു. വളരെ സന്തോഷവും വളരെ അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമായിട്ട് ഈ നിമിഷത്തെ എടുക്കുകയാണ്. ഏകദേശം 2011 മുതൽ ഏകദേശം 2016 നിൽക്കുന്ന സമയത്ത് 10-15 വർഷക്കാലം ഈ ക്ഷേത്രവുമായിട്ടൊരു ബന്ധമുള്ള ഒരാളാണ് ഞാൻ. 2011 മുതൽ 2015 വരെ ഏകദേശം 5 വർഷക്കാലം ഈ ക്ഷേത്രത്തിൻ്റെ പഴയ ക്ഷേത്രമുള്ള സമയത്ത്, ജീർണോദ്ധാരണ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഈ മാതാവിൻ്റെയും അമ്മയുടെ നിറസാന്നിധ്യത്തിൽ ധാരാളം കുട്ടികൾക്ക്, ഈ പ്രദേശത്തെ നല്ലവരായ കുട്ടികളെ ഗീത പഠിപ്പിക്കാൻ അവസരം ലഭിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച കണ്ടൊരാളാണ്. ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഈ നിലയിൽ എന്താ അധ്യക്ഷ സൂചിപ്പിച്ചു, ആളും ആരവും നിറഞ്ഞ വേദിയിൽ ഒരു ആധ്യാത്മിക പ്രഭാഷണം നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇപ്പോഴാണ് സമയം വന്ന് ചേർന്നതെന്ന് വിചാരിക്കുകയാണ്. ഇത്രയും സജ്ജനങ്ങളായ നിങ്ങളുടെ മുന്നിൽ അല്പസമയം ആധ്യാത്മികത കേൾക്കാൻ വന്നവരാണ് നിങ്ങളാരും. കാരണം ഈ സമയത്ത് ആധ്യാത്മിക പ്രഭാഷണമാണ് എന്ന് അറിഞ്ഞിട്ടും അത് കേൾക്കാൻ വന്ന ആളുകളാണ് നിങ്ങൾ. കാരണം കലാപരിപാടി 9 മണിക്ക് ശേഷമാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളെ ശരിക്കും സാധാരണ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം സജ്ജനങ്ങളാണ്, ഇങ്ങനെയുള്ള സത്സംഗങ്ങളാണിത്. സത്സംഗങ്ങൾ കേൾക്കാൻ, സത്സംഗത്തിൽ പങ്കെടുക്കാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാഗ്യം അല്ലെങ്കിൽ അതിനോട് താല്പര്യം തന്നെ വേണം. അല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ എല്ലാവരും സജ്ജനങ്ങൾ തന്നെയാണ്. നമുക്ക് അറിയാം, ഇപ്പോൾ എല്ലാ സ്ഥലത്തും ക്ഷേത്ര ഉത്സവമൊക്കെ നടന്നു വരികയാണ്. നമ്മളൊന്ന് ചാവശ്ശേരിയിൽ നിന്ന് ഒന്ന് ബസ്സിൽ കയറി ഇങ്ങനെ കണ്ണൂരേക്കോ തലശ്ശേരിയേക്കൊന്ന് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം ഒന്ന് യാത്ര സമയത്ത് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള ഒന്ന് ഫ്ലെക്സ് ബോർഡുകൾ ശ്രദ്ധിച്ചാൽ മതി. പല ബോർഡുകളും അമ്പലത്തിൻ്റെ ആയിരിക്കും, അല്ല ക്ഷേത്രത്തിൻ്റെ ആയിരിക്കും.
കളിയാട്ട മഹോത്സവം എന്നെഴുതിയ ബോർഡുകൾ ഉണ്ടാകാം, പ്രതിഷ്ഠാ ദിനം ഉണ്ടാകാം, അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ ഉണ്ടാകാം, നവീകരണ കലശം ഉണ്ടാകാം, തെറയുണ്ടാകാം. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സ്ഥലങ്ങളിലും ഒരു ഈ 10-15 വർഷം കൊണ്ട് 2010 മുതൽ ഇങ്ങോട്ട് ഒരു 15 വർഷം എടുത്തു കഴിഞ്ഞാൽ കാട് മൂടിക്കിടന്ന എല്ലാ ക്ഷേത്രങ്ങളും, എനിക്ക് തോന്നുന്നു 100-90% അമ്പലങ്ങളും ക്ഷേത്രങ്ങളും പുനരുദ്ധാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഉത്സവങ്ങളെല്ലാം നടന്നു വരുന്ന കാഴ്ച. കഴിഞ്ഞ ദിവസം 2 സ്ഥലങ്ങൾ, 2 അമ്പലത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കുന്ന 2 അമ്പലത്തിൽ പോകാനൊരു ഭാഗ്യമുണ്ടായി. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രഭാഷണം ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഇപ്പം പരിപാടികളും ആധ്യാത്മിക സദസ്സുകളൊക്കെ നടന്നു വരുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ആളുകൾ കൂടി വരുന്നുണ്ട്, പഴയ പോലെയല്ല. ആൾക്കാർ കൂടി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും, വലിയ ക്ഷേത്രങ്ങളായിക്കോട്ടെ, ചെറിയ ക്ഷേത്രങ്ങളായിക്കോട്ടെ, ഗുരുവായൂർ പോലുള്ള വലിയ വലിയ മഹാക്ഷേത്രങ്ങളിൽ ഓരോ ദിവസം ഭക്തജന പ്രവാഹം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്കറിയാം, ഇവിടെ പരിപാടിയൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കാൻ അവിടെ കുറേ കസാര ഇപ്പം വെച്ചിട്ടുണ്ട്, അതും പോലും എത്താത്ത അവസ്ഥയിലേക്ക് വരും. പക്ഷേ എങ്കിൽ ആളുകൾ ഇങ്ങനെ തെങ്ങി വരുന്ന സമയത്തും പലപ്പോഴും നമുക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് പലരും മനസ്സിലാക്കുന്നില്ല എന്ന വലിയൊരു സങ്കടം. വരുന്നു, അമ്പലത്തിൽ വരുന്നു, പോകുന്ന അപ്പുറത്തേക്ക് നമ്മുടെ സംസ്കാരം എന്താണ്, നമ്മുടെ പാരമ്പര്യം എന്താണ്, നമ്മുടെ ക്ഷേത്രം എന്താണ്, നമ്മുടെ വിശ്വാസം എന്താണ്, നമ്മുടെ ആരാധന സമ്പ്രദായം എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വിശാലമായ ഒരുപാട് സംഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷെ അതിലേക്കൊന്നും കടക്കാണ്ട് വെറുതെ തൊഴുതു പോകുന്ന തരത്തിലേക്ക് നമ്മൾ മാറിപ്പോകുന്നു എന്നതാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ സംസ്കൃതി, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം എല്ലാം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട സമയം നാം അതിക്രമിച്ച് പോരുകയാണ്. നമുക്ക് കുറച്ച് നാട്ടിൽ പറയാണ്ട് നമുക്ക് അമ്പലം എന്ന ഒരു കൺസെപ്റ്റിലേക്ക്, എന്താണ് ക്ഷേത്രം, ക്ഷേത്രത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, നിങ്ങളുടെ പ്രതികരണം വേണം. ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ച സമയത്ത് നിങ്ങളുടെ ഉത്തരങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഒരു മധുരം ഉണ്ടാകും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളവിടെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും റെസ്പോണ്ട് തരുന്ന സമയത്താണ് ഒരു പ്രഭാഷണം കേൾക്കാനും പറയുന്ന ഒരാൾക്കൊരു പറയാനുള്ളൊരു പോസിറ്റീവ് ഉണ്ടാകുക. അപ്പം ക്ഷയാത് ത്രായതി ക്ഷേത്ര, ക്ഷയത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് ത്രയണം ചെയ്യുന്നത് എന്താണോ അത് ക്ഷേത്രം എന്നാണ്. നമുക്ക് മാനസികമായ ക്ഷതത്തിൽ നിന്നും ആരോഗ്യമായ ക്ഷതത്തിൽ നിന്നും നമ്മളെ ഉയർത്തുന്നത് എന്താണ്, അതാണ് ക്ഷേത്രം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും അല്ലേ അമ്പലത്തിൽ പോകുന്നവരാണ്, വരുന്നവരാണ്. പക്ഷെ പലപ്പോഴും അമ്പലത്തിൻ്റെ പല ചിട്ടവട്ടങ്ങളും നമുക്ക് പലർക്കും അറിയില്ല. ഭഗവത്ഗീതയിൽ, ഗീത വർഷിക്കാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഭഗവത്ഗീതയിൽ 12ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വേണം, ഇതം കൗന്ദേയ ശരീര ക്ഷേത്രവിത്തെ വിധീയത്തെ. ഇതം കൗന്ദേയ ശരീര, അല്ലയോ കൗന്ദേയ, ഈ ലൈറ്റ് നോക്കാക്കൂ, അല്ലയോ കൗന്ദേയ, അല്ലയോ അർജുന, ഇതം കൗന്ദേയ ശരീര. നിന്റെ ക്ഷേത്രം, നിന്റെ ശരീരത്തെ തന്നെ നീ ക്ഷേത്രമായിട്ട് എടുക്കൂ. അതിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെ, ആ ആത്മാവ് തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും. മനുഷ്യ ശരീരത്തിൻ്റെ മഹാക്ഷേത്രമെല്ലാം ഒരു മനുഷ്യ ശരീരം എങ്ങനെയാണോ ആ മനുഷ്യ ശരീരത്തെ അതേ വ്യവസ്ഥകൾ അടിസ്ഥാനമാക്കി തന്നെയാണ് എല്ലാ ക്ഷേത്രവും നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത്രയും ശുദ്ധിയോടുകൂടി, അത്രയും വൃത്തിയോടുകൂടി ക്ഷേത്രങ്ങൾ പരിപാലിച്ചു പോകുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ തരത്തിൽ, ഇതിപ്പോൾ ചെറിയൊരു ക്ഷേത്രമായിട്ട് പെട്ടെന്ന് മനസ്സിലാകില്ല. എന്തായാലും നമുക്ക് ഒരു മഹാക്ഷേത്രം, മട്ടന്നൂർ അമ്പലം ഒരു ഉദാഹരണം പറയുന്നതാണ്. നമ്മളെല്ലാവരും മട്ടന്നൂർ അമ്പലത്തിൽ പോകുന്നത്. ഇവിടെ മട്ടന്നൂർ അമ്പലത്തിൽ പോകാതെ ആരും ഉണ്ടാവില്ല, കാരണം ഇതെല്ലാം ഈ നാട്ടിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു, പുറത്തുനിന്ന് വന്നാൽ കുറവായിരിക്കും. അപ്പോൾ മട്ടന്നൂർ അമ്പലത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ സ്റ്റെപ്പ് കയറി ആ ഗോപുരം, അവിടെ ഒരു ഗോപുരമുണ്ട് അല്ലേ, ആ ഗോപുരത്തിൻ്റെ അവിടുത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ചെരുപ്പ് അഴിച്ചു വെക്കും. എല്ലാവരും ചെരുപ്പ് അഴിച്ചു വെക്കും. അതിനുശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ പാദമായിട്ടാണ് സങ്കല്പിക്കുന്നത്, ഭഗവാന്റെ പാദമായിട്ടാണ്. അപ്പോൾ ആ ഗോപുരം ഭഗവാന്റെ പാദവും, ആ ഗോപുരത്തിൻ്റെ ചുറ്റും നിങ്ങളൊരു ചുറ്റുമതിൽ കെട്ടിയിട്ട് കാണാം. കംപ്ലീറ്റ് ഉണ്ട്. മറ്റൊരു അമ്പലത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മറ്റൊരു അമ്പലം പറയുന്നത്. അപ്പോൾ ആ ചുറ്റുമതിൽ ഭഗവാന്റെ കണം കാല് എന്നാണ് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ അല്ലേ, നമ്മൾ അവിടെ ഒരു
എന്ത് കാണാം? കൽവിളക്ക് ഇവിടെ ഉണ്ടോ തോന്നുന്നല്ലേ? കൽവിളക്ക് ഇവിടെ ഇല്ലേ? അമ്പലത്തിൻ്റെ മുമ്പിൽ ഇല്ലേ? അപ്പോൾ നമുക്കൊരു കൽവിളക്ക് കാണാം. കൽവിളക്ക് കാണാം. ആ കൽവിളക്കിൻ്റെ അടിയിൽ ഒരു ആമയെ കാണാം. ആമയില്ലേ? കണ്ടില്ലേ? ശ്രദ്ധിച്ചില്ലേ? കണ്ടില്ലേ? കാണാതെ ആരുമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ അമ്പലത്തിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ ഇല്ലേ? കൽവിളക്കില്ലേ? ശ്രദ്ധിച്ചാൽ മതി, കാണാതെ വരെ ഒന്ന് അടുത്ത പ്രഭാഷകനെ നോക്കിയാണ്. ഈ കൽവിളക്കിൻ്റെ എല്ലാ അമ്പലത്തും ഉണ്ടാവും. കൽവിളക്കില്ലാത്ത അമ്പലങ്ങൾ കുറവായിരിക്കും. ഈ കൽവിളക്കിൻ്റെ അടിയിൽ ആമയുണ്ട്. ആമയെ നമുക്കറിയാം, കൂർമ്മം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് ആമയുടെ സിമ്പലായിട്ട് ആമയുടെ പുറത്ത് ഒരു വിളക്ക് എന്ന രീതിയിൽ നമ്മുടെ പൂർവികർ എന്തുകൊണ്ട് ചെയ്തു? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഏകദേശം ഒരുപാട് പേരെ ഇവിടെയുണ്ട്. എന്തുകൊണ്ടാണ് ആമയുടെ പുറത്ത്? ആമ, ഒരുപാട് ജീവികൾ നമുക്കുണ്ട് അല്ലേ? ഒരുപാട് ജീവികൾ ഉള്ള സമയത്ത് എന്തുകൊണ്ട് ആമയെ ഒരു സിമ്പിളാക്കി വെച്ചു? ധാരാളം ജീവികളുള്ള സമയത്ത് ഒരു ആമയുടെ പുറത്ത് ഒരു വിളക്ക് സ്ഥാപിച്ച് വെക്കാൻ എല്ലാ സ്ഥലത്തും, നമ്മൾ എവിടെ പോയാലും ഈ വിളക്കിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ആമയുടെ പുറത്ത് നിൽക്കുന്ന തരത്തിലേക്ക് ഈ കൽവിളക്കുകൾ സ്ഥാപിച്ചത്? നമ്മുടെ പൂർവികർ എന്തുകൊണ്ട് സ്ഥാപിച്ചു? ആർക്കെങ്കിലും അറിയോ? ആരെങ്കിലും പറയട്ടോ? പലപ്പോഴും ഞാൻ ചോദിച്ച സമയത്ത് പറയും അത് വിഷ്ണുവിൻ്റെ അവതാരമായതുകൊണ്ടാണ്. ഞാൻ പല സ്ഥലത്തും ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചോദിക്കുന്ന സമയത്ത് പറയാറുണ്ട് അത് ഭഗവാന്റെ അവതാരമായതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ നേരെ മത്സ്യമുണ്ട്, നേരെ മുമ്പിൽ വരാഹവുമുണ്ട്, മൂന്നാമത്തത് നരസിംഹവുമുണ്ട് അല്ലേ? പക്ഷെ എന്തുകൊണ്ട് ആമയെ എടുത്തു? ചിന്തിച്ചിടും നമ്മൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നമ്മളിങ്ങനെ വന്ന് തൊഴുതു പോകുന്നതല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. നമ്മൾ വെറുതെ വന്ന് ഒരു കൈകൾ കൂപ്പി പോയാൽ മാത്രം പോരാ, അതിൻ്റെ അപ്പുറത്ത് എന്തെല്ലോ ചില രഹസ്യങ്ങൾ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയസ്പർശിയായി നിൽക്കുന്ന അതീവ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലമാണ് അമ്പലങ്ങൾ. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. അപ്പം ആമയെ വെക്കാനുള്ളൊരു കാര്യമുണ്ട്. ആമക്കൊരു പ്രത്യേകതയുണ്ട്. ഉണ്ട്. മറ്റുള്ള ജീവികളിൽ നിന്ന് ഇവിടെ തോട്ടിൽ വേടിക്കാൻ ആമയുണ്ടാവും. ആമനെ കാണാതെ വരെ ആരും ഉണ്ടാവില്ല വിചാരിക്കും. ആമയുടെ പ്രത്യേകത എന്താ? ആമക്കൊരു പ്രത്യേകത എന്താ? നക്ഷത്രം ആമേൻ്റെ പ്രത്യേകത എന്താ? ആമക്ക് ഒരു പ്രത്യേകതയില്ല. എന്താ അറിയില്ലേ? ആമക്കതിൻ്റെ അവയവങ്ങളെ, അതിൻ്റെ അംഗങ്ങളെ ഉൾവലിക്കാനുള്ള കഴിവുണ്ട്. തല, കൈ, കാൽ, 2 കൈയും 2 കാലും തലയും. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത ആമേൻ്റെ അടുത്ത് പോയിട്ടൊന്ന് ആമേനെ തൊടാൻ നോക്കിയാൽ ഇപ്പോൾ ഓൺ ദ സ്പോട്ട് ആമ അതിനൊന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് വലിച്ച് ഒരു തോടായിട്ട്, വേറൊരു തോട് കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പാറക്കല്ലാറ്റാൻ വിചാരിക്കും. കാരണം കറുത്ത ഒരു കല്ല് പോലെ മാറാനുള്ള പ്രത്യേകത ആമക്ക് മാത്രമേ ഉള്ളൂ. ഉൾവലിക്കാൻ വേറൊരു ജീവിക്കും തൻ്റെ അവയവങ്ങളെ നമുക്ക് നമ്മുടെ കൈയുടെ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇത് എത്ര വലിച്ചാലും ഇതിനപ്പുറം പോകില്ല. പക്ഷെ ആമക്ക് അതിൻ്റെ കൈകളെയും കാലുകളെയും തലയും എല്ലാം ഉൾവലിച്ചു കൊണ്ട് നിർത്താൻ അതിന് കപ്പാസിറ്റി ഉണ്ട്, അതിന് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ പൂർവികരായ ആളുകൾ നമുക്ക് തന്ന സന്ദേശം, നമ്മൾ അമ്പലത്തിന് മുമ്പിൽ കയറി വരുമ്പോൾ ഈ കൽവിളക്കിൻ്റെ അടിയിൽ ആമ വെക്കാൻ ഒറ്റൊരു കാരണമേ ഉള്ളൂ. നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഈ അവയവങ്ങളെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയുക. പഞ്ചേന്ദ്രിയങ്ങൾ ശരിക്കും ഗീതയിൽ യഥാസംഹരതേ ചായം കൂർമോ ഗാനീവ സർവശഃ ഇന്ദ്രിയാണിന്ദ്രിയാത്തേവ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അല്ലയോ അർജുന, ഈ പഞ്ചേന്ദ്രിയങ്ങളെ അറിയാലോ? കണ്ണ്, മൂക്ക്, നാക്ക് അല്ലേ, ചെവി, ത്വക്ക്. പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാക്കുകൊണ്ട് രുചിക്കുന്നു, സംസാരിക്കുന്നു, ത്വക്ക് കൊണ്ട് സ്പർശനം അറിയുന്നു. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളെല്ലാം ചെയ്യുന്നത്, കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ആമ അതിൻ്റെ അവയവങ്ങൾ ഉൾവലിക്കുന്നത്, അതേപോലെ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ഉൾവലിക്കാൻ സാധിക്കണം. അതായത് നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ പല ചിന്തകളുണ്ടാകാം, പല മനസ്സിൽ പല വിഷമങ്ങളുണ്ടാകാം, പല സങ്കടങ്ങളുണ്ടാകാം, പല തോന്നലുകളുണ്ടാകാം. പക്ഷെ ഇവിടത്തേക്ക് കയറി ആ പാതകം കഴിച്ചു വെച്ച് ഈ നടയിലേക്ക് കയറി കഴിഞ്ഞാൽ, ആ ദേവനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആ ദേവിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീട്ടിലാണെന്ന നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും ഇത് അറിയില്ല നമുക്ക്. നമ്മൾ കയറിയ സമയത്ത് എങ്ങനെയാണോ ആമ അതിൻ്റെ അംഗങ്ങളെ ഉൾവലിച്ച്
ഉൾവലിക്കുന്നത്, അതേപോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മൾ കണ്ട നമ്മുടെ ചിന്തകളെല്ലാം ഉൾവലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഇവിടെ കുടികൊള്ളുന്ന ഏത് അമ്പലത്തിൽ പോയാലും ആ അമ്പലത്തിൽ, നിങ്ങൾ മാമാനിക്കുന്നായിക്കോട്ടെ, ഗുരുവായൂരായിക്കോട്ടെ, എവിടെ പോയാലും അവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തെ ദേവനെ ഹൃദയത്തിലേക്ക് വഹിക്കാൻ നമുക്ക് സാധിക്കണം. എന്നാലേ ആ ക്ഷേത്ര ദർശനം കൊണ്ട് കാര്യമുള്ളൂ. വെറുതെ വന്ന് തൊഴുതു പോയതുകൊണ്ട് അവിടെ കാര്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എല്ലാ ചിന്തകളെയും, നമ്മുടെ മനസ്സിലെ എല്ലാ ചിന്തകളെയും എല്ലാം ഉൾവലിച്ചുകൊണ്ട് അല്പസമയം, നമ്മൾ ഒരുപാട് സമയമൊന്നും നമ്മൾ ഭഗവാന്റെ അടുത്ത് നിൽക്കില്ല, അല്പസമയം, വളരെ മൈന്യൂട്ടായ സമയം, ആ സമയം നമുക്ക് നമ്മുടെ ഹൃദയത്തെ ഇവിടത്തെ കുടികൊള്ളുന്ന ചൈതന്യങ്ങളിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ സാധിക്കണം. അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളുടെയും മുമ്പിൽ കൽവിളക്കുണ്ടാവും, കൽവിളക്കിൻ്റെ അടിയിൽ ആമയുണ്ടാവും. ഇതാണ് ആമയുടെ ആമ എന്തുകൊണ്ടാണെന്ന് ഇനി നാളെ ചോദിച്ചാൽ നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കണം ഇതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഭഗവാന്റെ കണങ്കാലാണ് ചുറ്റുമതിൽ. നമ്മൾ അമ്പലത്തിലേക്ക് കയറി വിളക്ക് കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഒരു സ്ഥലമാണ് പ്രദക്ഷിണ വഴി. ഇത് ചെറിയ ക്ഷേത്രമാണ്, നമുക്കറിയാം, പ്രദക്ഷിണ വഴി. ഇപ്പോൾ നമ്മൾ വലിയ ക്ഷേത്രത്തിൽ കാണും. മറ്റൊരു അമ്പലത്തിലാണെങ്കിൽ ഈ കൽവിളക്ക് കഴിഞ്ഞാൽ ആ കൊടിമരത്തിൻ്റെ ലെഫ്റ്റോട്ട് പോയാൽ ചുറ്റും പ്രദക്ഷിണ വഴി നമുക്ക് കാണാം. ആ പ്രദക്ഷിണ വഴി ആദ്യം നമ്മൾ ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഈ പ്രദക്ഷിണ വഴി, ഈ കാണുന്ന പ്രദക്ഷിണ വഴിയെ ഭഗവാന്റെ വയറായിട്ട് സങ്കല്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കാല് ചുറ്റുമതിൽ കാലാണെങ്കിൽ, കണങ്കാലാണെങ്കിൽ ഭഗവാന്റെ വയർ. അപ്പം നമ്മൾ നടന്നു പോകുന്നത് ഈശ്വരൻ്റെ ദേവിയുടെ വയറിൻ്റെ മുകളിലൂടെ നമ്മൾ നടന്നു പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയാ പതുക്കെ നടക്കണം, പദാനുപദം ഗച്ഛേൽ എന്നാണ്. പദാനുപദം ഗച്ഛേൽ കടോ ചലു വിഭജിതം സ്തുതിർവാചി ഹൃദയധാനം ചതുരംഗ പ്രദക്ഷിണം. അപ്പോൾ എങ്ങനെ വെക്കണം? നമ്മൾ നടക്കുന്ന സമയത്ത് വളരെ മെല്ലെ കൈകൾ വീശാൻ പാടില്ല, കൈകൾ ചലിക്കാം. കൈകൾ എങ്ങനെയേ വരാൻ പാടുള്ളൂ? കൈകൾ ഇങ്ങനെയേ വരാൻ പാടുള്ളൂ. ഈ പ്രണാം അല്ലെങ്കിൽ തൊഴുതു നിൽക്കുന്ന സ്ത്രീയിൽ കൈകൾ കൂപ്പിക്കൊണ്ട് ആ ഭഗവാനെ, ആ ഭഗവതിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഏത് ക്ഷേത്രത്തിലാണോ ആ ദേവതയുടെ നാമങ്ങൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട്, അവിടെയാണെങ്കിൽ നമുക്ക് മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദുർഗേ നാരായണ എന്ന് ചൊല്ലാം, അല്ലേ? വിഷ്ണുവിൻ്റെ അമ്പലത്തിലാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് ചൊല്ലാം. ശിവന്റെ അമ്പലത്തിലാണെങ്കിൽ നമുക്ക് ഓം നമ ശിവായ ചൊല്ലാം. ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും ചൊല്ലാൻ പറ്റിയൊരു മന്ത്രമുണ്ട്, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. എല്ലാ സ്ഥലത്തും ചൊല്ലാം. ദേവീൻ്റെ അമ്പലത്തിലും ദേവൻ്റെ അമ്പലത്തിലും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും പാർവതിയുടെയും എല്ലാ സ്ഥലത്തും ഈ ഒരു മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് പ്രദക്ഷിണം നടത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ട് സംസാരിച്ചും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടായിരിക്കും ക്ഷേത്ര ദർശനം ചെയ്യുന്ന സമയത്ത്, നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഓട്ടപ്രദക്ഷിണം നടത്താറുണ്ട്. നിങ്ങളൊക്കെ മൂകാംബി അമ്പലത്തിൽ പോയ ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടുത്തെ പെൺകുട്ടികളും അവിടുത്തെ ആളുകളൊക്കെ ഒരു കാലെടുത്ത് വെച്ചിട്ട് പ്രദക്ഷിണം ചെയ്യുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ രീതിയിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പോയവർക്കൊക്കെ അറിയാം. അപ്പം വളരെ മെല്ലനെയാണ് അവർ ചെയ്യാം. ഞാൻ ഒരു ദിവസം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നമ്മുടെ നാട്ടിൽ ടൂർ പോയ സമയത്ത് എൻ്റെ മനസ്സിനെ അലിയിപ്പിച്ചൊരു കാഴ്ചയുണ്ട്. ഏകദേശം ഒരു 10-17 വയസ്സുള്ള കുറച്ച് പെൺകുട്ടികൾ, ഒരു 10-50 പെൺകുട്ടികൾ നിരന്നിരുന്നു കൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തെ നടയിൽ വെച്ചുകൊണ്ട് നാമം ജപിക്കുകയാണ്. വളരെ മനോഹരമായി ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നാമ അർച്ചന നടത്തുന്നൊരു രംഗം ഇന്നും എൻ്റെ മനസ്സിലതിങ്ങനെ ഒരുപാട് വർഷം മുമ്പ് കണ്ടതാണ്. നമ്മൾക്ക് ഇങ്ങ് കന്യാകുമാരി മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ അല്ലെങ്കിൽ പാറശാല വരെ ഇങ്ങനെ നടന്ന് നീങ്ങിയാൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷെ ഒരു ക്ഷേത്രത്തിൽ പോയാൽ ഇങ്ങനൊരു കാഴ്ച, നാമം ജപിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് വളരെ, അത് പെൺകുട്ടികൾ, മുതിർന്ന പ്രായമുള്ളവരൊക്കെ ജപിക്കുന്ന പല കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടികൾ ഇരുന്നു കൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് അർച്ചന നടത്തുന്ന രംഗങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വളരെ പതുക്കെ നടന്ന് ചുറ്റി പ്രദക്ഷിണം പൂർത്തിയാക്കി അമ്പലത്തിലേക്ക് കയറും. അമ്പലത്തിലേക്ക് കയറുമ്പോൾ ചുറ്റമ്പലം, ചുറ്റമ്പലമുണ്ട്, അല്ലേ? നാലമ്പലം എന്നൊക്കെ പറയും. നാലമ്പലം, ഈ നാലമ്പലം ഭഗവാന്റെ കൈകളായിട്ടാണ് സങ്കല്പിക്കുക. ഭഗവാന്റെ കൈകളാണ് നാലമ്പലം. അതിൻ്റെ മുന്നിൽ ഒരു നമസ്കാര മണ്ഡപം ഉണ്ടാവും. ഭഗവാന്റെ മാറിടമായിട്ട് കണക്കാക്കും. അതിൻ്റെ അപ്പുറത്ത് ശ്രീകോവിലാണ്.
ശ്രീകോവിൽ ആ ദേവിയുടെ ശിരസ്സായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യ ശരീരം എങ്ങനെയാണോ അതേ തരത്തിലാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി എല്ലാം പൂർത്തീകരിച്ചത്. അതുകൊണ്ടാണ് ക്ഷേത്രത്തെ പരിപാവനമായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഭഗവാനെ അടുത്ത് പോയി ഭഗവാനെ തൊഴും അല്ലേ. എല്ലാവരും കൈകൾ, ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പിടിക്കും, ചിലർ ഇങ്ങനെ പിടിക്കും. ശരിക്കും പറഞ്ഞാൽ താമര മൊട്ടിൻ്റെ ഇതൾ എങ്ങനെയാണോ അതേപോലെ കൈകൾ കൂപ്പിക്കൊണ്ട് വേണം ആ താമര മൊട്ടിൻ്റെ ഇതിൽ പോലെ കൈകൾ എത്തിൽ വെച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. നമുക്ക് പലതും പ്രാർത്ഥിക്കാം, പല കാര്യങ്ങളും പ്രാർത്ഥിക്കാനുണ്ടാവും നമ്മൾ തൊഴുന്ന സമയത്ത്. നമ്മൾ അല്ലേ തൊഴുതു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉത്സവ സമയത്തൊക്കെ ഒരുപാട് വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളെ എങ്ങനെയാണ് പോസിറ്റീവാക്കി മാറ്റുക, അതേപോലെയാണ് എല്ലാ സ്ഥലത്തും ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ തികച്ചും ശാസ്ത്രീയമാണ്. ഓരോ കാര്യം എടുത്ത് പരിശോധിച്ചാൽ എല്ലാറ്റിൻ്റെ ഉള്ളിൽ ശാസ്ത്രീയമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കയറി വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ആ പടി കഴിഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ ഒരുപാട് വിളക്കുകളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. നിലവിൽ ഞാൻ വരുമ്പോൾ നട അടിച്ചിട്ടുണ്ടായിരുന്നു. ദീപാവലി സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ, ഒരുപാട് വിളക്കുകളൊക്കെ കത്തിച്ചിട്ടുണ്ടാവും. ദേവിയെ നല്ല മാലയൊക്കെ ചാർത്തി അലങ്കരിച്ചു വളരെ ഭംഗിയാക്കിയിട്ടുണ്ടാവും. ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയം, നേരത്തെ സൂചിപ്പിച്ച കണ്ണ് അല്ലേ, ആ കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയമാണ് കണ്ണുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത്. കാണുമ്പോൾ ആ നമ്മുടെ കണ്ണിലെ കണ്ണിന് വളരെ രീതിയിൽ ഉത്തേജകമാണ്, ഇത് പോസിറ്റീവായി ഒരിതിലേക്ക് വരികയാണ്. നമ്മളതിലേക്ക് കയറി അവിടെ നാമജപങ്ങൾ ഉണ്ടാകാം, ശംഖുവിളികൾ ഉണ്ടാകാം, വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് കേൾക്കാം, അപ്പോൾ മണിയടിയുടെ ശബ്ദങ്ങൾ കേൾക്കാം. ഇങ്ങനെ ധാരാളം ശബ്ദങ്ങൾ ഉണ്ടാവും, നല്ല ശബ്ദങ്ങളായിരിക്കും. ആ ശബ്ദങ്ങൾ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയത്തെ പോസിറ്റീവാക്കുന്നു. നോക്കൂ നിങ്ങൾ, അത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഓരോ കാര്യം ചെയ്തു വെച്ചിട്ടിരിക്കുന്നത്. അവിടെ തരുന്ന പ്രസാദം അല്ലേ, പ്രസാദം നമ്മൾ സ്വീകരിക്കുന്നു, നമ്മൾ തൊടുന്നു, നെറ്റിയിൽ തൊടുന്നു. ചന്ദനമാണ് ശരിക്കും ചന്ദനമാണ് അമ്പലത്തിൽ നിന്ന് കിട്ടാറുള്ളത്. ഇപ്പം കളഭം തരുന്നുണ്ട്, പക്ഷെ ചന്ദനം തൊടുന്ന സമയത്ത് നമ്മുടെ ഈ നെറ്റിയിൽ അല്ലേ, നമ്മുടെ കറക്റ്റ് ഭൂമധ്യത്തിലേക്ക് നമ്മൾ ചന്ദനാപ്രസാദം നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ ത്വക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയത്തെ, അതുപോലെ തന്നെ തുളസി അല്ലേ ചെവിയിൽ വെക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പരിപാടി നടന്ന സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചെവിയിൽ ഈ തുളസി വെച്ചതെന്ന് ചോദിച്ചു. അറിയില്ല. തുളസി എപ്പോഴും നമ്മൾ ചെവിയിലാണ് തുളസി വെക്കുക. പണ്ട് 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്കൊരു അനുഭവമുണ്ട്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരുപാട് വർഷം മുമ്പാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് 1998 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നവരാത്രി എടുക്കും എപ്പോഴും. പണ്ടേ എന്തോ ഭാഗ്യം ഈ ദൈവികമായ ഒരു ചെറിയ കാര്യത്തോട് കടന്നു വന്നതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ നവരാത്രിയുടെ സമയത്ത് അമ്പലത്തിൽ പോയി തുളസിയും വെച്ചിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ് റൂമിൽ പോയ സമയത്ത് എൻ്റെ സുഹൃത്ത് ഒരു അന്യമതസ്ഥനാണ്. ഇതെന്താണ് കാടും ചപ്പെല്ലാം പറിച്ചിട്ട് വന്നത്, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. ചപ്പെല്ലാം ചെവിയിലടിച്ചിട്ടാണ് വേണ്ടതെന്ന് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് എന്താണ് കൊടുക്കേണ്ട മറുപടി അറിയില്ല, എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. ആ സമയത്ത് തലയും താഴ്ത്തി വീട്ടിലേക്ക് വന്നു. പക്ഷെ പിന്നീട് ഈ ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന സമയത്താണ് എന്തുകൊണ്ടാണ് തുളസി നമ്മുടെ ചെവിയിൽ വെക്കുന്നത്. നമുക്കറിയാം തുളസിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചൊന്നും ആരും പറയണ്ടല്ലോ, അറിയാമല്ലോ നമുക്ക്. ഔഷധങ്ങളുടെ രാജ്ഞിയായിട്ടാണ് തുളസിനൊക്കെ കാണുന്നത്. ആ തുളസി നമ്മൾ ഈ ചെവിയുടെ ഈ സ്കിന്ന് ഏറ്റവും സോഫ്റ്റ് സ്കിൻ എന്നറിയപ്പെടുന്നു. അവിടെ വെക്കുന്ന സമയത്ത് വളരെ രീതിയിൽ ആ ഔഷധ ഗുണമുള്ള തുളസിയുടെ ഔഷധ വീര്യം വലിച്ചെടുക്കുകയും നമുക്ക് പോസിറ്റീവിലേക്ക് നമ്മൾ നയിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, ശാസ്ത്രം കണ്ടുപിടിച്ചതാണ്. അപ്പം ഇങ്ങനെ അതുപോലെ പ്രസാദം, അവിടെ തരുന്ന പ്രസാദം നാവ് എന്ന ഇന്ദ്രിയത്തെ പോസിറ്റീവാക്കി മാറ്റും. അപ്പം അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങനെയാണ് ഉത്തേജിപ്പിക്കാൻ തരത്തിലേക്കാണ് ക്ഷേത്രങ്ങളുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി നമുക്ക് തരുന്ന തീർത്ഥജലം അല്ലേ, നമ്മൾ ചില സമയത്ത് കുടിക്കും, ചില ദിവസം പുറത്ത് അപ്പുറം നിൽക്കുന്ന ആളുടെ പുറത്തൊക്കെ തെറിപ്പിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പിറകോട്ടൊക്കെ ചാടുന്നൊക്കെ കാണാം. അത് വളരെ പവിത്രമായ ഇതാണ്. കാരണം ബിംബത്തിൽ അഭിഷേകം ചെയ്ത് ആ അഭിഷേകം ചെയ്ത ക്ലസ്റ്റേർഡ്, അതായത് വിദേശികൾ ഇതിനെ ക്ലസ്റ്റേർഡ് വാട്ടർ എന്ന് പറയും. ഈ ക്ലസ്റ്റേർഡ് വാട്ടർ അപ്പോൾ ആ ക്ലസ്റ്റേർഡ് വാട്ടറും ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥജലവും കൂടിയിട്ട് ഒരു നമ്മുടെ ഇന്ത്യൻ സയൻറ്റിസ്റ്റായ TP ശശികുമാർ സാറ് നിരീക്ഷണ വിധേയമാക്കി. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ആ ക്ലസ്റ്റേർഡ് വാട്ടർ എന്ന സമയത്ത് ഒരു കുപ്പിയിൽ വെള്ളം കിട്ടും. ആ കുപ്പിയിലെ വെള്ളം മറ്റുള്ള ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഉറ്റിച്ച് കുടിക്കുമ്പോൾ ആ ഗ്ലാസ്സിലെ വെള്ളം പരിശുദ്ധമായി മാറും. അപ്പോൾ ഈ വിദേശികളുടെ ക്ലസ്റ്റേർഡ് വാട്ടറും അമ്പലത്തിലെ തീർത്ഥജലം കൂടി ഈക്വലായി നോക്കുന്ന സമയത്ത് ഏറ്റവും പോസിറ്റീവ്, അതിനെക്കാട്ടും പവർഫുള്ളായ ജലം
അമ്പലത്തിലെ തീർത്ഥജലമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓരോന്നെടുത്ത് നോക്കുന്ന സമയത്ത് അവിടെയെല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങൾ ഒളിച്ചു നിൽക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. അപ്പം നമ്മൾ പറഞ്ഞു അമ്പലത്തിലെത്തി ഭഗവാനെ തൊഴുതു അല്ലേ. തൊഴുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ടാവും. അപ്പം എന്താണ് ഭക്തൻ? നമ്മളൊരിക്കലും ചലനം തൊട്ടാൽ നമ്മൾ ഭക്തനാണെന്ന് വിചാരിക്കും. അതിനൊക്കെ നമുക്കറിയാം. പക്ഷെ യഥാർത്ഥ ഭക്തന്റെ വളരെ പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ ഭഗവത്ഗീതയിൽ എടുത്തും പറയേണ്ടത് 7-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ ചതുർവിധാ ഭജേന്തേ മാം ജനാ സുഹൃതനു അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനിച്ച പരദർശഭ എന്നാണ്. അതായത് അല്ലയോ അർജുന, ചതുർവിധാ ഭജേന്തേ മാം, 4 വിധത്തിലുള്ള ആളുകൾ. 4 അറിയാമോ? ചതുർവിധാ ഭജേന്തേ മാം ജനാ സുഹൃതനു അർജുന, സുഹൃതികളായ 4 തരം ആളുകൾ എന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ഭജിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 4 തരം ആളുകളെയും സുഹൃതികളായിട്ട് ഭഗവാൻ അടയാളപ്പെടുത്തും. സുഹൃതികൾ ജനാ സുഹൃതിനു അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനിച്ച ഭദർശഭ. എന്താ പറഞ്ഞത്? ആർത്തോ ജിജ്ഞാസി അർത്ഥാർത്ഥി ജ്ഞാനിച്ച ഭദർശഭ. അതായത് ആർത്തന്മാർ. എന്താണ് ആർത്തന്മാർ? കേട്ടിട്ടുണ്ടാവും അല്ലേ? ആർത്തന്മാർ എന്ന് പറയുന്ന സമയത്ത് സങ്കടം മാത്രം പറയുന്നവരാണ് ഇല്ലേ? അമ്പലത്തിൽ വന്നാൽ സന്തോഷം പറയുന്നവരാണോ കൂടുതൽ? ആണോ? നല്ല സന്തോഷമുള്ള സമയത്ത് അമ്പലത്തിൽ വരാറുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഒന്നും പറയുകയായിരിക്കും, അല്ലെങ്കിൽ ഒന്നും പറയൂ. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? നല്ല സന്തോഷം, ജീവിതത്തിൽ നല്ല സന്തോഷം വരുമ്പോൾ ഒന്ന് മോച്ചേരി രക്തേശ്വരി അമ്മേൻ്റെ അടുത്ത് പോയിട്ട് വരാം വിചാരിക്കുമോ? ഒരിക്കലും വിചാരിക്കും. ഉണ്ടാവും, വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവേ, ഉണ്ടാവും. ഇവിടെ പറയുന്നത് ആർത്തന്മാർ. എത്രയോ വർഷം മുമ്പ്, ഏകദേശം 5126 വർഷങ്ങൾ മുമ്പ് എഴുതപ്പെട്ട ഒരു മഹത് ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആ ഗ്രന്ഥത്തിൽ പറയുന്ന 1-ാമത്തെ കാറ്റഗറി ആർത്തന്മാരാണ്. സങ്കടം മാത്രം പറയുന്ന ആൾക്കാർ. അവർക്ക് എല്ലാം ഉണ്ടാവും. ചിലപ്പോൾ വീടുണ്ടാവും, കാറുണ്ടാവും, സുഖമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സമാധാനം മാത്രമല്ല. പോയില്ലേ? എല്ലാം ഉണ്ടായിട്ടെന്താ കാര്യമല്ലേ? എല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? മനസ്സിന് ഒരു നിമിഷം പോലും സമാധാനമില്ല. കാര്യമുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് മനസ്സ് സമാധാനം, സംതൃപ്തിയാണ് വേണ്ടത്. അപ്പം അവരിവിടെ വന്നിട്ട് ഭഗവാൻ എൻ്റെ മോൾ ഇങ്ങനെയായിപ്പോയി, എൻ്റെ മകൻ ഇങ്ങനെയായിപ്പോയി, എൻ്റെ മകൻ സ്കൂളും പോകുന്നില്ല, പഠിക്കുക, അങ്ങനെ സങ്കടങ്ങൾ മാത്രം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൽ പലരും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. സങ്കടങ്ങൾ പറയുന്ന ആൾക്കാരാണ് 1-ാമത്തെ ആൾക്കാർ. അതിലേക്ക് കൂടുതൽ കയറുന്നില്ല. 2-ാമത്തെ പറയുന്നു ഏതാ? ജിജ്ഞാസു. അതായത് ഈശ്വരൻ ആരാണെന്ന് അറിയാൻ ശ്രമിക്കുന്ന ആൾ. ഭഗവാനെ കുറിച്ച് അറിയാൻ, ഭഗവാന്റെ ചൈതന്യത്തെക്കുറിച്ച്, ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ആളാണ് ജിജ്ഞാസു. 3-ാമത്തെ ആളാണ് അർത്ഥാർത്ഥി. അതായത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അമ്പലത്തിൽ വരുന്ന ആളുകളെയാണ് അർത്ഥാർത്ഥി എന്ന് പറയുന്നത്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം, എന്തെങ്കിലും സാധിക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ ലിസ്റ്റ് എടുത്ത് വരും, അമ്പലത്തിൽ വരും, അതങ്ങ് ചെയ്യും അല്ലേ, പറയും. പിന്നീട് ആ കാര്യം നടന്നു കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ പരിസരത്ത് പോലും മഷിയിട്ടാൻ നോക്കിയാൽ പോലും അവിടെ കാണാൻ പറ്റില്ല. എന്തെങ്കിലും ഇങ്ങോട്ടേക്ക് മാത്രം അല്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വീടാകണം ആഗ്രഹിച്ചു, വീടെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് വേണ്ട. എന്തെങ്കിലും മകളെ കല്യാണം കഴിയാൻ വേണ്ടി കുറേ അല്ലേ അമ്പലത്തിൽ വരും, പ്രാർത്ഥിക്കും, നേർച്ചയൊക്കെ ചെയ്യും. പിന്നെ അമ്പലത്തിൻ്റെ പട്ടി പോലും കിടക്കാതെ എന്തെങ്കിലും ഇങ്ങോട്ട് മാത്രം വരണേ കിട്ടണേ എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ആളുകളെയാണ് അർത്ഥാർത്ഥി എന്ന് പറയുന്നത്. 3-ാമത്തെ ആളായി. 4-ാമത്തെ ജ്ഞാനിച്ച ഭരദർശഭ. 4-ാമത്തെ ആളാണ് ജ്ഞാനി. ജ്ഞാനി എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനിക്ക് സങ്കടം പറയാനില്ല, സന്തോഷം പറയാനില്ല, വിഷമങ്ങൾ പറയാനില്ല, ഒന്നും പറയാനില്ല. നേരെ വരും, ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തിലേക്ക് ആ മനസ്സിനെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, ഹേ ഭഗവാനെ, ഞാനും അങ്ങും രണ്ടല്ല ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചൈതന്യത്തിൻ്റെ മുന്നിൽ സദാ മനസ്സിനെ സമർപ്പിക്കുന്ന ആളാണ് ജ്ഞാനി. പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം ജ്ഞാനിയാണ്. 1, 2, 3 4-ാമത്തെ ആളാണ് ജ്ഞാനി. ജ്ഞാനിക്കൊന്നും സങ്കടങ്ങൾ പറയാനില്ല, സന്തോഷങ്ങൾ പറയാനില്ല, വിവരിക്കാനില്ല, നേർച്ചകൾ കൊടുക്കാനില്ല, കാഴ്ചകൾ കൊടുക്കാനില്ല. മനസ്സിൽ ഈശ്വരനിലേക്ക് അടുത്ത് സമർപ്പിക്കാൻ സാധിക്കുന്ന ആ ജ്ഞാനിയാണ് ഏറ്റവും ഇഷ്ടം അർജുന എന്ന് ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ആ സമർപ്പണ ഭക്തി നമുക്ക് വേണം. മനസ്സ് ഭഗവാനിലേക്ക് സമർപ്പിച്ച്, ഭഗവാനിലേക്ക് ലയിപ്പിച്ച്, ഭഗവാനിലേക്ക് മാറാനുള്ള ഒരു സമർപ്പണ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ചെറിയൊരു കഥ പറയാം, ചിലപ്പോൾ ആ കഥയിലൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുകയും. പണ്ട് പുരാണത്തിലൊരു കഥയാണ്. ഒരു ഭക്തൻ, അദ്ദേഹം നരസിംഹമൂർത്തിയുടെ ഭക്തനാണ്. അപ്പോൾ നരസിംഹമൂർത്തിയുടെ ഭക്തനായിട്ട് നരസിംഹ ഭഗവാനെ തപസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം അദ്ദേഹത്തിന് ഒരു മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം
ഭഗവാൻ വേഗം തപസ് ചെയ്ത, കാരണം ഞാൻ നല്ല ഭക്തനാണ്, അതുകൊണ്ട് വേഗം ഭഗവാൻ പ്രത്യക്ഷപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാട്ടിൽ, ഒരു കൊടുങ്കാട്ട് തപസ് ചെയ്യാൻ വേണ്ടി പോയി. നമുക്കറിയാം തപസ് ചെയ്യാൻ പോയ സമയത്ത് ആദ്യം ഇരുന്നു കൊണ്ട് തപസ് ചെയ്യും. ഓം നരസിംഹമൂർത്തിയെ നമ, ഓം നരസിംഹമൂർത്തിയെ നമ എന്നൊക്കെ ജപിച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് തപസ് ചെയ്യും. ഇരുന്നുകൊണ്ട് തപസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങളായിട്ടൊന്നും യാതൊരു റിയാക്ഷനും ഇതിൽ കിട്ടുന്നില്ല, ഒരു മാറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, പതുക്കെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 കാലിൽ തപസ് ചെയ്യാൻ തുടങ്ങി. 2 കാലിൽ തപസ് ചെയ്യാൻ തുടങ്ങി. 2 കാലിൽ തപസ് ചെയ്യാൻ തുടങ്ങിയ സമയത്തും യാതൊരു മാറ്റവും ഇല്ല. പിന്നെ 1 കാലിൽ തപസ് ചെയ്യാൻ തുടങ്ങി. ജലപാനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് 1 കാലിൽ തപസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ തപസ് ചെയ്യുന്ന സമയത്ത് അതിലൂടെ ഒരു കാട്ടിലാണല്ലോ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കാട്ടാളൻ എന്ന് പറയാൻ നമുക്ക് അല്ലേ. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരാളിങ്ങനെ, ഒരു മനുഷ്യൻ ഇങ്ങനെ തപസ് ചെയ്യുന്നു, എന്തോ ഇങ്ങനെ പുറകുറയ്ക്കുന്നുണ്ട്, ചുണ്ടിൽ നിന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. 1 ദിവസം നോക്കി, 2 ദിവസം നോക്കി, 3 ദിവസം നോക്കി, ഒരു മാറ്റവും. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായി ഇദ്ദേഹം ഒന്നും കുടിക്കാണ്ട് ശരീരത്തിൽ നിന്ന് മാറ്റം, ശരീരമൊക്കെ മെലിഞ്ഞ് വരുന്ന കാഴ്ച അയാൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം തൊട്ടടുത്ത അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു, കുറച്ച് കാട്ടുപഴങ്ങളൊക്കെ പറിച്ചിട്ട് ഇദ്ദേഹത്തിന് മുമ്പ് കൊണ്ടുവച്ചു. ഇദ്ദേഹത്തെ തട്ടി വിളിച്ചു. പക്ഷെ കുറേ സമയം തട്ടി വിളിച്ചിട്ടൊന്നും ഉണർന്നിട്ടില്ല. അവസാനം കയ്യെല്ലാം പിടിച്ചൊന്ന് കുഴിക്കിയ സമയത്ത് ഈ തപസ്സിൽ നിന്ന് ഞെട്ടി ഉണർന്ന സമയത്ത് തന്നെ വളരെ ദേഷ്യത്തോട്, നീ എന്ത് പണിയെ കാണിച്ച്, ഞാനിങ്ങനെ ഭഗവാനെ തപസ് ചെയ്യലല്ലേ, ആ തപസ്സിനല്ലേ ഭംഗം വരുത്തിയെന്ന് വെച്ചു. അപ്പോൾ ഈ കാട്ടുവാസിക്ക് എന്ത് തപസ് വന്നു എന്തൊക്കെ അറിയാമോ ചോദിച്ചു. എന്താ സംഭവം? അപ്പോൾ ഞാനിങ്ങനെ ഭഗവാനെ ഭഗവാനെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി, നരസിംഹമൂർത്തിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ തപസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ആ നരസിംഹമൂർത്തി എങ്ങനെയാണ്? അപ്പോൾ അതൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, നീ കാട്ടിൽ ജീവിക്കുന്ന ഒരാളല്ലേ എന്നൊക്കെ പറഞ്ഞു തല്ലി. അപ്പോൾ പറഞ്ഞു ഞാൻ അപ്പം പറഞ്ഞ തമ്പ്രാ. അപ്പം ഈ കാട്ടുവാസിക്ക് മനസ്സിലായി വലിയൊരാളാന്ന് മനസ്സിലായി. അപ്പോൾ വിളിച്ചു, തമ്പ്ര ഈ വെള്ളം ഒന്ന് കുടിക്കൂ, ഈ 2 പഴം ഒന്ന് കഴിക്കൂ എന്ന് വെച്ചു. എൻ്റെ മോനെ, ഇതൊന്നും കഴിക്കാൻ പാടില്ല, എപ്പോഴാണ് എൻ്റെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എനിക്ക് അനുഗ്രഹം തരുന്നത് ആ സമയത്ത് മാത്രമേ ഞാൻ എന്ത് ചെയ്യൂ, അല്പം ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട സങ്കടമായി. അപ്പോൾ ചോദിച്ചു, എന്താ? അപ്പം ഞാൻ സഹായിക്കാം ആ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ നിനക്ക് മനസ്സിലായി നരസിംഹമൂർത്തിയാന്ന്. അപ്പോൾ ലാസ്റ്റ് തമ്പ്രാൻ പറഞ്ഞു, അതായത് സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ശരീരം എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു രൂപമാണ്. ആ രൂപത്തിന് എപ്പോഴാണ് എൻ്റെ മുന്നിൽ വരുന്നത് ആ സമയത്ത് മാത്രമേ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തമ്പ്ര, ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ, ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടു തന്ന വേഗം കുടിക്കുമെന്ന് ചോദിച്ചു. എൻ്റെ മോനെ, ഞാനിവിടെ ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി ഇത്രയും കഠിനമായ തപസ്, എൻ്റെ മുന്നിൽ പോലും പ്രത്യക്ഷപ്പെടാതെ ഭഗവാനാണ് നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്, നീ പോയാട്ടെ എന്നൊക്കെ പിടിച്ചു തള്ളി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കാട്ടുവാസിൻ്റെ ഉള്ളിൽ ഇത് എങ്ങനെയെങ്കിലും എൻ്റെ തമ്പ്രാൻ്റെ സിംഹത്തിനെ കണ്ടുപിടിക്കണം. പതുക്കെ അദ്ദേഹം തീരുമാനിച്ചു. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അദ്ദേഹം കാട്ടിലേക്ക് നടന്നു. ആ കാട് മൊത്തം അറിയുന്ന ഒരാളാണ്. കാട്ടിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു, ഓരോ ജീവികൾ വരുന്ന സമയത്ത് ആ ജീവികളെ പിടിച്ചിട്ട്, എൻ്റെ തമ്പ്രാൻ്റെ സിംഹത്തെ കണ്ടോ? ക്വസ്റ്റ്യൻ ചെയ്യില്ല. എൻ്റെ തമ്പ്രാൻ്റെ സിംഹത്തെ കണ്ടോ? ഓരോ ജീവിനെ പിടിച്ച് വലിച്ചു നോക്കലാണ്. അങ്ങനെ കാട് മൊത്തം ഈ മന്ത്രം ഇങ്ങനെ പറയാൻ തുടങ്ങി, തമ്പ്രാൻ്റെ സിംഹത്തെ കണ്ടോ. ഇത് അപ്പുറം ഒരാള്, ഓ നമോ ഭഗവതേ ഓം നരസിംഹരൂപായ നമ മന്ത്രം ജപിക്കുന്നുണ്ട്. ഇവിടെ ആ മന്ത്രത്തെക്കാട്ടും അപ്പുറത്തേക്ക് ഈ മന്ത്രം മെല്ലെ അങ്ങനെ ധ്വനിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാനിലേക്ക് എത്തിയപ്പോൾ ദേവി ചോദിച്ചു, അല്ല ഭഗവാനെ, ഒരാളിങ്ങനെ ഭഗവാൻ കേൾക്കുന്നില്ലേ? ഇത്ര ദിവസമായി എങ്ങനെ എൻ്റെ തമ്പ്രാൻ്റെ സിംഹത്തെ കണ്ടോ ചോദിച്ചുകൊണ്ട് ആ കാട്ടിൽ മൊത്തം ഇങ്ങനെ തിരഞ്ഞു നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പിന്നെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ എന്ത് ചെയ്തു? ഈ കാട്ടുവാസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ കാട്ടുവാസിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഞെട്ടിപ്പോയി. കാരണം ഉഗ്രരൂപിയായ, നമുക്കറിയാം നരസിംഹന്റെ കഥയൊക്കെ നമുക്കറിയാം, ഹിരണ്യകശിപനെ വധിക്കാൻ വേണ്ടി അവതരിച്ച ഉഗ്രരൂപിയായ നരസിംഹരൂപം. ആ നരസിംഹരൂപം ഇങ്ങനെ വളരെ ആ കാട്ടിലിങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. കണ്ടപ്പഴും പറഞ്ഞു, എൻ്റെ സിംഹമേ, എൻ്റെ തമ്പ്രാൻ്റെ സിംഹമേ, എത്ര ദിവസമായി ഞാൻ നോക്കുന്നില്ല, എവിടെയോ പോയേ? എൻ്റെ തമ്പ്രാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ നിൽക്കുന്നത് പറഞ്ഞുകൊണ്ട് നേരെ കൈ എന്ത് നോക്കി, കാടങ്ങോട്ട് നോക്കുമ്പോൾ കാട്ടുവള്ളി കിട്ടി. ആ കാട്ടുവള്ളി കൊണ്ട് 2 കൈയും നരസിംഹമൂർത്തിയായ ഭഗവാന്റെ 2 കൈയും കൂട്ടിക്കെട്ടുകൊണ്ട്
വാ നടക്ക് നടക്ക്, വാ എൻ്റെ കൂടെ വാ. എൻ്റെ തമ്പ്രാൻ ആടെ ഇരിക്കുന്നുണ്ട്. എത്ര സമയം, എത്ര ദിവസങ്ങളായി പിടിച്ചുകൊണ്ട് ആ ഭഗവാൻ എന്താ പറയണ്ടേ, ഉഗ്രസ്വരൂപിണിയായ നരസിംഹമൂർത്തി വളരെ എന്താ പറയണ്ടേ നിഷ്കളങ്ക ഭാവത്തോടു കൂടി ആ ഒരു പശുവിനെ കൊണ്ടുപോകുന്ന ലാഘവത്തോടുകൂടി തമ്പ്രാന്റെ സിംഗമേ വാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് തമ്പ്രാന്റെ അടുത്തെത്തി. തമ്പ്രാൻ ആ സമയത്ത് ഓം നരസിംഹരൂപായ നമ, ഓം നരസിംഹരൂപായ നമ, ഓം നരസിംഹ ഇതിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ തമ്പ്രാൻ ഒന്ന് തട്ടി വിളിച്ചു, തമ്പ്രാൻ എന്താ സിംഗം വന്നു, തമ്പ്രാൻ വിളിക്കണേക്ക്. അപ്പോൾ ഇത് വിളിക്കുന്ന സമയത്ത് തമ്പ്രാൻ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കില്ല. തമ്പ്രാൻ മനസ്സിലായി, ഇവൻ ആദ്യം വന്നോ, ഇവനെ കൊണ്ട് രക്ഷയില്ലല്ലോ, ഇവൻ ആദ്യം വന്നു. ഇവനെ അപ്പോഴും ദേഷ്യം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ആ തപസ്സിൽ നിന്ന് ഞെട്ടുണർന്നു. എന്നോട് പറഞ്ഞില്ലേ എന്നെ വിളിക്കാൻ പാടില്ല എന്ന്, രണ്ടാമത്തെ പ്രാവശ്യം നീ എന്തിനാ ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്തുന്നു? അപ്പോൾ പറഞ്ഞു, തമ്പ്രാന് സിംഗത്തെ കിട്ടി. അപ്പോൾ പറഞ്ഞു, തമ്പ്രാൻ ഒന്ന് പിറകിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. പിറകിലേക്ക് നോക്കുമ്പോൾ ആ ഉഗ്രരൂപിയായ ഭഗവാൻ, വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹമൂർത്തി ഇങ്ങനെ കയ്യെല്ലാം കെട്ടിയിട്ട് നിൽക്കുകയാണ്. കണ്ടപ്പാടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കാലിൽ വീണ്. എത്രയോ ദിവസങ്ങളായി, എത്രയോ മാസങ്ങളായി ഞാനിങ്ങനെ ഭഗവാൻ നാമം ചൊല്ലുന്നു, പക്ഷെ ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ പൊട്ടിക്കരഞ്ഞു. കാലിൽ വീണ സമയത്ത് ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ കാലിൽ വീഴണ്ട, എൻ്റെ കാലിലല്ല വീഴേണ്ടതാ, അപ്പുറത്ത് നിൽക്കുന്ന ഈ എൻ്റെ ഭക്തൻ്റെ കാലിൽ വീഴൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തോ എല്ലാം എനിക്ക് അറിയാനുള്ള അഹങ്കാരമല്ല, നിഷ്കളങ്കമായ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ആ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി വിളിച്ച സമയത്ത് ആ ഭക്തൻ്റെ മുന്നിൽ ഭഗവാൻ അവതരിക്കുന്ന മാത്രമല്ല, വളരെ രീതിയിൽ ആ ഭക്തന് ദർശനം കൊടുക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ആത്മസമർപ്പണത്തോടു കൂടി നമുക്ക് നമ്മുടെ ഭഗവാനെ വിളിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഒരു ജ്ഞാനിയായിട്ട് മാറാൻ സമർപ്പണ ഭക്തിയോടുകൂടി നമുക്ക് ഭഗവാനെ സർവ്വതും സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ, നമ്മളങ്ങനെ ഭഗവാനെ തൊഴുത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അല്പസമയം നമ്മൾ ഭഗവാന്റെ അടുത്ത് ഇരിക്കണം എന്നാണ് പറയുന്നത്. നമുക്കവിടെ നാലമ്പലത്തിൽ ഇരിക്കാം, നമസ്കാര മണ്ഡപത്തിൽ ഇരിക്കാൻ അധികാരം, നാലമ്പലത്തിൽ നമുക്ക് ഇരിക്കാം. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പറയൂ, എന്താ ചെയ്യേണ്ടത്? അല്പസമയം അവിടെ ആ ദേവിയുടെ ചൈതന്യത്തൊക്കെ നോക്കി ആ ഒരു അമ്പലത്തിൽ ആ നല്ല രീതിയിൽ ആ പോസിറ്റീവ് എനർജിയിൽ അവിടെ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ചെയ്യണം, നാമം ജപിക്കാൻ നമ്മൾ തുടങ്ങണം. നമ്മളൊന്നും ചെയ്യാതൊരു കാര്യം അല്ലേ. പല ആൾക്കാരും അമ്പലത്തിൽ പോവും, പക്ഷേ ചുണ്ട് അനങ്ങൂല. എന്ത് പറഞ്ഞാലും അതിൻ്റെ അപ്പുറത്തേക്ക് നാമങ്ങൾ ജപിക്കാൻ നമുക്ക് മടിയാണ്. ഹിന്ദു സമൂഹത്തിൽ മടിയാണ് സത്യമായിട്ട്. പലപ്പോഴും ഞാൻ പല അമ്പലങ്ങളിൽ പോകുന്ന സമയത്ത്, ചില അമ്പലങ്ങളുണ്ട്, കഴിഞ്ഞ പുന്നാട് പ്രഭാഷണത്തിൽ പോയ സമയത്ത് ഉച്ചക്കായിരുന്നു, കയറി പോകുമ്പോൾ തന്നെ അവിടുത്തെ അമ്മമാരൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് വളരെ ശബ്ദത്തിൽ അവിടുത്തെ ഭഗവാന്റെ ഓം ഷൺമുഖായ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് ഒരു പ്രദക്ഷിണം വെക്കുന്ന സമൂഹ ആരാധനയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കിട്ടി. വളരെ ചെറിയ ക്ഷേത്രം, വളരെ കുറഞ്ഞ ക്ഷേത്രങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് പലപ്പോഴും നാമം ജപിക്കാൻ മടിയാണ്. പക്ഷേ ഈ നാമജപത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്, അത് നമുക്കറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വിചാരിക്കും അമ്പലത്തിൽ വന്നുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാമായി എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നാമം ജപിക്കാം ചെയ്യുക. ചുരുങ്ങിയതൊരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ദേവന്റെ 108 തവണയിൽ ആ നാമങ്ങൾ ജപിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തിറങ്ങും. നമ്മളെല്ലാവരും വലിയ ലിസ്റ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൂജകളൊക്കെ കഴിക്കും. തിരുമേനി പൂജ ഉള്ളുന്ന കഴിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്ന് എന്ത് ചെയ്യും, നല്ല വർത്താനമായിരിക്കും. സിനിമേൻ്റെ കഥയും സീരിയലിൻ്റെ കഥയും പല കഥകളും പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും. പക്ഷേ മറിച്ച് അല്ലേ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേര് അല്ലേ, രോഹിണി എന്ന് പറഞ്ഞ് രോഹിണി രേവതി നക്ഷത്രത്തിൽ ഒരു പുഷ്പാഞ്ജലി കഴിക്കുന്ന സമയത്ത് ഭഗവാന്റെ പാദങ്ങളിൽ തുളസിയെടുത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ട് അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തുനിന്നുകൊണ്ട് നമ്മുടെ മാനസ പൂജ ചെയ്യുന്ന പറയും. എന്താ മാനസപൂജ എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാനിൽ അത്രയും സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാമല്ലോ.
നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് ആ ഭഗവാന്റെ സവിധത്തിൽ നിന്നുകൊണ്ട് ആ ഭഗവതിയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് ആ ഭഗവാന്റെ അല്ല ഭഗവതിയുടെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മൾക്ക് ചെയ്യുന്ന പൂജയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ഇതാരും ചെയ്യും. ഇതാണ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും നിങ്ങൾ പുഷ്പാഞ്ജലിയോ എന്തെങ്കിലും ഇവിടെ പ്രസാദം കഴിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടി അതിൽ പങ്കെടുക്കാൻ സാധിക്കണം. അല്ലാണ്ട് പൂജാരി മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ കൂടി അതിൻ്റെ അടുത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ പേരിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ നാമങ്ങൾ കൊണ്ട് ആ ഭഗവാന് അർച്ചന നടത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നാമങ്ങൾ ചൊല്ലണം നിർബന്ധമായി. നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. സന്ധ്യാസമയത്തോടെ ഒരുപാട് പൂർവികളായ ഒരുപാട് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പണ്ട് നമുക്കറിയാം 51 അക്ഷരങ്ങൾ അല്ലെ, 51 അക്ഷരങ്ങൾ മലയാള മാസവും ഗുണോഷ്ടവും എല്ലാം ചൊല്ലി എണീക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. ഇന്നതൊക്കെ എന്തായി മാറി അല്ലേ. നാമം ജപിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞ് അമ്പലത്തിൽ പോകുന്ന ആളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പക്ഷെ നാമം ജപി സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് നാമം ജപിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇവിടെ ഒരുപാട് പേരുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചാൽ നാമം ജപിക്കുന്നെന്ന് കൈപൊക്കട്ടെ. ഒന്ന് കൈവയ്ക്കട്ടെ. 1 2 3 4 5 6 7 ഓക്കെ. താത്തോളൂ. ഓക്കെ. വളരെ കുറഞ്ഞ ഏകദേശം എനിക്കൊന്ന് 10 250 300 പേര് ഉണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ കൈ പൊങ്ങിയുള്ളൂ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഈ പൊങ്ങിയ കയ്യിൽ ഇനിയും എണ്ണം കുറയും വേണ്ടേ. ഇപ്പം ചോദ്യം ഇതായിരുന്നു. സന്ധ്യാസമയത്ത് നാമം ജപിക്കുന്ന ആളുകളുടെ കൈയാണ് പൊക്കാൻ വേണ്ടി പറഞ്ഞത്. കുറേ ആൾ പൊക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. സന്ധ്യാസമയത്ത് എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് എൻ്റെ മകൻ, എൻ്റെ കൊച്ചുമകൻ, എൻ്റെ പേരക്കിടാവ്, എൻ്റെ മകൻ നാമം ജപിക്കാറുണ്ട്. ഒന്ന് കൈപൊക്കട്ടെ. എണ്ണം കുറഞ്ഞില്ലേ? ഉണ്ട്. എൻ്റെ മകൻ ജപിക്കാറുണ്ട്, എൻ്റെ മകൾ ജപിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുട്ടികളെ കൊണ്ട് നമ്മൾ നാമം ജപിക്കുന്ന ശീലം, ലളിത സഹസ്രനാമമുണ്ട്, വിഷ്ണു സഹസ്രനാമമുണ്ട്, ധാരാളം നാമങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും ചൊല്ലിയില്ലെങ്കിൽ ഒന്നും നമുക്കറിയാം. കാട്ടാളനായ വ്യക്തിയെ അല്ലേ, കാട്ടാളനായ രത്നാകരനെ ആദ്യ മഹാകവിയാക്കി മാറ്റിയ ഒരു മന്ത്രമുണ്ട്, രാമ മന്ത്രം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ മന്ത്രമെങ്കിലും ജപിക്കാൻ നമ്മൾ തയ്യാറാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. നമ്മുടെ വീട്ടിൽ വിളക്കെത്തിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ വിളക്കെത്തിക്കാൻ നിൽക്കണ്ട. വിളക്കാതെ കത്തിച്ച് വെക്കും, TV തുറന്നു വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ കുട്ടികൾ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടുവനാടിലൂടെ ഇങ്ങനെ ഇങ്ങനെ ബൈക്കിൽ വരികയാണ്. ഞാൻ എപ്പോഴും സന്ധ്യയ്ക്ക് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നോക്കുന്ന ഒരു കാര്യം ഇതാണ്. ഏതെങ്കിലും വീട്ടിൽ വെച്ചിട്ട് നാമം ജപിക്കുന്നുണ്ടോ, എപ്പോഴും ഞാൻ നോക്കുന്ന കാഴ്ചയാണ്. ഞാനിങ്ങനെ നടുവനാടിലൂടെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരു വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. വിളക്ക് കത്തിച്ചിട്ട് നേരെ മേല ഇരുത്തിനൊക്കെ പറയല്ലേ. അവിടെ ഒരു മകൻ, ഒരു 10-15 വയസ്സുള്ള കുട്ടി ഇരുന്നിട്ട് ചോറ് എന്നല്ലാതെ അമ്മ കറി വന്ന് കൊടുക്കുന്നു. സന്ധ്യാസമയത്ത് കണ്ട കാഴ്ചയാണ്. വളരെ ദയനീയമായൊരു കാഴ്ച, അത് സങ്കടപ്പെട്ട കാഴ്ചയാണ് കണ്ടത്. ചോറ് കഴിക്കുന്നു, വിളക്കാട് നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. എന്താ പറയേണ്ട, ലൈറ്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ചോറടിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. സന്ധ്യാസമയം നല്ല സമയമാണോ? ആണോ? സന്ധ്യാസം നല്ല സമയമല്ല അല്ലേ. സന്ധ്യാസമയം വളരെ ഏറ്റവും നെഗറ്റീവ് എനർജിയുള്ള സമയമാണ്. ആ സമയത്താണ്. അതുകൊണ്ടാണ് നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് അതിനെ പോസിറ്റീവാക്കി മാറ്റണം എന്നാണ്. സന്ധ്യാസമയം സർവത്ര വർജിതവും എന്നാണ്. സന്ധ്യാസമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, വേറെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ആ സമയത്ത് വിളക്ക് അല്ലേ കത്തിച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പണികളും നിർത്തിവെച്ചുകൊണ്ട് എല്ലാവരും കൂടി കുടുംബത്തിലെ, ശരിക്കും പറഞ്ഞാൽ കുട്ടികളോട് മോനെ നീ ജപിക്കുന്നില്ല, നമ്മളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും മകനും എല്ലാവരും കൂടി ഒരുമിച്ച് ജപിക്കുന്ന സംസ്കാരം നമുക്ക് വേണം. എൻ്റെ കൂടെ ഒരു സജിന ജോയിന്നൊരു ഒരു കുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, പിന്നെ സജിന, നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ടോ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ആവശ്യമായിട്ട് എല്ലാ ദിവസവും വായിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെ വായിക്കാറുണ്ട്, എത്ര സമയം വായിക്കും? അപ്പോൾ പറഞ്ഞു 25 മിനിറ്റ് വായിക്കും. സമയം 25 മിനിറ്റാണ്. അപ്പം ഞാൻ ചോദിച്ചു അത് വായിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്നാൽ എന്ന് ചെയ്യാൻ ചോദിച്ചു. ഈ നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത്
നിങ്ങൾ പോലത്തെ, അതായത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു പേജ് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നിർത്തും. അതിനുശേഷം നിങ്ങൾ പോയതിന് ശേഷം നമ്മളത് വായിക്കും. അത് മറിച്ച് നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ കൂടെ അങ്ങ് വന്നോളുക, വായിച്ചോളൂ. കാരണം അപ്പോഴൊന്നും അവിടെ വർത്താനമില്ല. നമ്മൾ വായിക്കുന്ന സമയത്ത് ഏതെങ്കിലും നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നേരെ വരുന്നു, അവരുടെ പ്രാർത്ഥന ജോയിൻ ചെയ്യുന്നു. 25 മിനിറ്റ്. എൻ്റെ സുഹൃത്തുണ്ട് മെഹമ്മൂദ്, എൻ്റെ ഇഷ്ടം ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ദിവസം എത്ര വട്ടം നിസ്കരിക്കാറുണ്ട് ചോദിച്ചു. അപ്പോൾ അവിടെ 5 തവണ നിസ്കരിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, ഒരു നിസ്കാരത്തിന് എത്ര സമയം വേണം? 5 മിനിറ്റ്. 5 മിനിറ്റ്. അപ്പം 5 × 5 25 മിനിറ്റ്. അപ്പുറം എടുക്കുന്നത് 25 മിനിറ്റ്, ഇപ്പുറം എടുക്കുന്നത് 25 മിനിറ്റ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിർബന്ധമായിട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നിർബന്ധമായി ചെയ്യാറുണ്ട്. അഥവാ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഇതുകൂടി കൂക്കി അങ്ങ് എടുക്കും. ആ കൂക്കി അങ്ങ് എടുത്തിട്ട് കറക്റ്റ് അവിടെ അതിന് പുറത്ത് ഈ 25 മിനിറ്റിന് പുറത്ത് എല്ലാ ദിവസവും ഖുർആൻ വായിക്കണം. അത് അതിൻ്റെ പുറത്താണ്. ഇതേപോലെ നമ്മുടെ പൂർവികരായ ആളുകൾ നമ്മുടെ 24 മിനിറ്റ്, ഒരു നാഴിക 24 മിനിറ്റാണ്. ആ 24 മിനിറ്റ് നാമം ജപിക്കാൻ വേണ്ടി നമ്മൾ ഞാൻ എൻ്റെ ഗീതാമൃത കുട്ടിയോടൊപ്പം പറയുന്നത്, നമ്മുടെ ഒരു ദിവസം നമുക്കൊരു 24 മണിക്കൂറുണ്ട്. നമുക്കൊരു ദിവസത്തിൽ 24 മണിക്കൂറിനെ മിനിറ്റുകളാക്കി മാറ്റിയാൽ 24 മണിക്കൂർ 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂർ, ഒരു മണിക്കൂർ 60 മിനിറ്റ്. അപ്പോൾ 24 മണിക്കൂറിനെ മിനിറ്റുകളാക്കി മാറ്റിയാൽ 1440 മിനിറ്റ് ഉണ്ട്. ചിന്തിച്ചു നോക്കിയിട്ട് നമുക്ക് ഒരു ദിവസം 1440 മിനിറ്റ് ഉണ്ട്. 1440 മിനിറ്റ് നമുക്കുണ്ട്. 1440 മിനിറ്റ്. അതിന് 100 ഭാഗമാക്കി മാറ്റിയാൽ 100% ഗണിത ശാസ്ത്ര വിധി പ്രകാരം അതിനെ 100 മാറ്റിയാൽ അതിൽ 1% 14 മിനിറ്റാണ്. 2% 28 മിനിറ്റാണ്. 2%. അപ്പോൾ ഞാൻ പറഞ്ഞ ചോദ്യമാണ് ഇത് പറഞ്ഞത്. നിങ്ങളൊരു കാര്യം ചെയ്യും, 98% നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എടുത്തോളൂ. ഇപ്പം നിങ്ങളെ ആവശ്യത്തിൽ നിങ്ങൾക്ക് അബാക്കസ് പഠിക്കാൻ പോകാം, നൃത്തം പഠിക്കാൻ പോകാം, സ്കൂളിൽ പോകാം, ഫുഡ് കഴിക്കാം, ഉറങ്ങാം, കളിക്കാം. ഈ 98% നിങ്ങൾ ഉപയോഗിച്ചോളൂ. 98%. ഈ 2%, അതായത് 2% 28 മിനിറ്റ് പോട്ടെ. 2% അല്ലെങ്കിൽ 1%എങ്കിലും 14 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും, നമ്മുടെ മനസ്സിനെ വളർത്താൻ വേണ്ടി. നമ്മുടെ മനസ്സാണ് തളർന്നു പോകുന്നത്. ആ മനസ്സിനെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറുപ്പം മുതൽ നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ് നാമം ജപിക്കാൻ ശീലിക്കണം. നാമം ജപിക്കാൻ ശീലിച്ചാൽ കൃത്യമായി ലളിതാ സഹസ്രം ജപിക്കുന്നവർക്ക്, കൃത്യമായി വിഷ്ണു സഹസ്രം ജപിക്കുന്നവർക്ക് അതിൻ്റെ പവർ അറിയാം. ഞാൻ ഇപ്പോഴും എൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് പറയുന്നൊരു കാര്യം, പെൺകുട്ടികളോടൊപ്പം പറയേണ്ടത്, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ലളിതാ സഹസ്രം ചൊല്ലാൻ പഠിക്കണം. ലളിതാ സഹസ്രം കൃത്യമായിട്ട് എല്ലാ ദിവസവും. കാരണം നാമജപത്തിന് യാതൊരു അശുദ്ധിയില്ല. പീരീഡ് സമയത്ത് പോലും നാമം ജപിക്കാം. അമ്പലത്തിൽ വരുന്നത് മാത്രമേ അതിന് അശുദ്ധിയുള്ളൂ. ചുറ്റുവട്ടങ്ങളുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളെ ഭഗവാനെ നമുക്ക് വളരെ രീതിയിൽ ഏത് സമയം നമുക്ക് നമ്മളെ ഭഗവാനെ നാമം ജപിക്കാം. അതിന് യാതൊരു അശുദ്ധിയും ആരും കൽപ്പിച്ചില്ല. കൃത്യമായി നമുക്ക് നാമം ജപിക്കാം. ഞാൻ കുട്ടികളോട്, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ലളിതാ സഹസ്രം ജപിക്കാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങൾ കൃത്യമായ ആ ഉപാസനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിങ്ങളെ തൊടാൻ. ഇപ്പം നമുക്കറിയാം സ്ത്രീപീഡനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഒരാളും തൊടില്ല, അത്രയും പവർഫുള്ളായിരിക്കും. പക്ഷേ ഈ രഹസ്യങ്ങളൊന്നും നമുക്കറിയില്ലേ. നമുക്ക് ആകെ അറിയാം, അമ്പലത്തിൽ വരാം, തൊഴുക, കുറച്ച് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, പോവുക. അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. നമ്മളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ആദ്യം ചെയ്യേണ്ട ബേസിക്കായ കാര്യം, അടിസ്ഥാനമായ കാര്യം, നമ്മുടെ വീടുകളിൽ നാമം ജപശീലം നമ്മൾ തുടങ്ങിയേ പറ്റും. നമ്മൾ അമ്പലത്തിൽ വന്നാൽ നമ്മൾ നാമം ജപിക്കുക. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒരു കാര്യം ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ആ ശ്രീകോവിലുള്ളിലേക്ക് കയറിയാൽ, നാഗമ്പലത്തിനുള്ളിലേക്ക് കയറി നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ നിൽക്കാൻ. നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരു 6 മാസം തുടർച്ചയായി ഒരു 24 മിനിറ്റ് വെച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി എല്ലാവരും, ചെറിയ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരെല്ലാവരും കൃത്യമായി നാമം ജപിക്കാൻ തയ്യാറായാൽ നിങ്ങളെ പല പ്രശ്നങ്ങളും തീരും. പല കുടുംബത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ജപിക്കാൻ തയ്യാറായാൽ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറയാം.
അവിടെ എല്ലാ പ്രശ്നങ്ങളും അവിടുന്ന് വിട്ടൊഴിഞ്ഞു പോകും എന്നാണ് പറയുക. അത്രയും പവർഫുള്ളായ ഒന്നാണ് നാമജപം. ആ നാമജപത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ട് നമ്മൾ അല്പസമയം നമ്മൾ അതിനു വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാണ്. അമ്പലത്തിൽ നമ്മൾ ചെയ്യണം. വീട്ടിൽ നിന്നും സന്ധ്യാസമയത്ത് ദീപം കൊളുത്തി കഴിഞ്ഞാൽ ആ ദീപത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് മനസ്സ് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മൾ നാമൊക്കെ ജപിച്ചു, നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി അമ്പലത്തിലേക്ക് പുറത്തു പോകാൻ. അപ്പം അമ്പലത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു കാര്യം കൊണ്ടുവരണം. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, ഏകദേശം സമയമായി തോന്നുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ അല്ലേ, അമ്പലത്തിലേക്ക് നമ്മൾ ദേവനെ കാണാൻ വരുമ്പോൾ, ദേവിയെ കാണാൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരണം. വെറും കൈയാൽ വരാൻ പാടില്ല എന്നാണ്. നമ്മൾ അടുത്തുള്ള ഏറ്റവും അടുത്ത അല്ലേ, നമ്മൾ ഏറ്റവും അടുത്ത ബന്ധു ആരാണ് ചോദിച്ച് ഞാൻ പറയും ദേവനാണെന്ന് പറയും, അല്ലെ ദേവിയാണ്. നമ്മൾ എന്ത് നിരീശ്വരവാദം പറഞ്ഞാലും, ഈശ്വരൻ ഇല്ലാന്ന് പറഞ്ഞാലും, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആരെ വിളിക്കാം? ആരെ വിളിക്കാം? ഒന്ന് പറയൂ, ആരെ വിളിക്കാം? ആരെ വിളിക്കാം? മോച്ചരിമാർ പ്രതികരിക്കുന്നില്ല കേട്ടോ, തീരെ പോരാ, പ്രതികരണമില്ല. ആരെ വിളിക്കുക അല്ലേ? നമ്മൾ ഈശ്വരനെ വിളിക്കാം, ഉറപ്പല്ലേ? നമ്മൾ ഗുരുവായൂരപ്പ വിളിക്കും, അല്ലെ മുത്തപ്പ വിളിക്കും, അല്ലെ ഇവിടുത്തെ ചിലപ്പോൾ ഈ നാട്ടുകാരാണെങ്കിൽ ഈ ദേവീനെ വിളിക്കും, നെഞ്ച് കൈവച്ച് നമ്മൾ വിളിക്കും. ഇല്ലായിരിക്കും സംശയമുണ്ട്. എത്ര നിരീശ്വരവാദങ്ങൾ ദൈവമില്ല എന്ന് പച്ചക്ക് പറഞ്ഞാലും തൻ്റെ കുട്ടിക്ക് 10 ദിവസം പനി വരട്ടെ ഈ പറഞ്ഞവൻ ആദ്യം അമ്പലത്തിൽ വന്നു, ഉറപ്പാണ്. പല കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ അത്രമാത്രം നമ്മൾ ഏറ്റവും അടുത്ത ബന്ധുവാണ് ഭഗവാൻ, ഉറപ്പാണ്. നമ്മൾ ഏറ്റവും അടുത്ത നമ്മൾ വിളിച്ചാൽ നമ്മൾ വിളിപ്പുറത്ത് കിട്ടുന്ന നമുക്ക് ഭഗവാനെ കാണാൻ വരുന്ന സമയത്ത്, ഭഗവാന്റെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരണം എന്നാണ് ഗീതയിൽ പറഞ്ഞത്. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി പ്രകൃത എന്നാണ്. അതായത് അല്ലെങ്കിൽ അർജുന, പത്രം പുഷ്പം ഫലം തോയം. പത്രം അല്ലേ, പത്രം അറിയാലോ, മാതൃഭൂമി പത്രമോ മനോരമ പത്രം എന്നല്ല കേട്ടോ. ഇവിടെ പത്രം എന്ന് സംസ്കൃതം പദത്തിൻ്റെ അർത്ഥം ഇലകൾ എന്നാണ്. ഇല, പത്രം ഇല. നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് സുലഭമായി കിട്ടുന്ന ഇലയുണ്ട്, എന്താ തുളസി എന്ന് പറയും. ഇഷ്ടമതി ഉണ്ടാവും. ചില വീടുകളിൽ കാട് പോലെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടാകും. ആ തുളസിയോ പിന്നെ വേറെ പത്രം, പുഷ്പം, അല്പം പുഷ്പങ്ങളോ അല്ലേ, ഫലം, പഴങ്ങളോ, ഇത് മതി, എനിക്കിത് മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാൻ നാം തയ്യാറാകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പത്രം പുഷ്പം ഫലം തോയം. അപ്പോൾ നമ്മൾ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരുപാട് തുളസി ഉണ്ടാകും, ഒരുപാട് പുഷ്പങ്ങളുണ്ടാകും, പൂക്കളുണ്ടാകും. അത് നമ്മൾ പറിച്ചെടുത്ത് നമ്മൾ വൃത്തിയാക്കി ഒരു ഇലയിൽ വെച്ച്, ഒരു നാക്കരയിൽ വെച്ച് അതെടുത്ത് നമ്മൾ വന്നിട്ട് ഈ ഭഗവാന്റെ, ഈ ഭഗവതിയുടെ സോപാനത്തിൻ്റെ അവിടെ വെക്കും. വെച്ചെന്ന് വിചാരിക്കുക. വെച്ച് കഴിഞ്ഞപ്പോഴും വരുന്നത് ആ മേൽശാന്തി ഇറങ്ങി വന്ന് അല്പം തീർത്തെടുത്ത് അതൊന്ന് പരിശുദ്ധി വരുത്തി നേരം കൊണ്ടുപോകും ശ്രീകോവിലേക്ക്. നിങ്ങൾ കൊണ്ടുവന്ന, നിങ്ങളുടെ കൈകൾ തൊട്ട ഒരു സാധനം, ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറിച്ചെടുത്ത, നമ്മളെ കൈ കൊണ്ട് തൊട്ട ഒരു സാധനം ഭഗവാന്റെ പാദങ്ങൾ അവിടെ അർച്ചന നടത്തുകയാണ്. ഭഗവാന്റെ പാദങ്ങൾ, നമ്മൾ കൊണ്ടുവന്ന പൂക്കൾ, നമ്മൾ കൊണ്ടുവന്ന തുളസി, നമ്മൾ കൊണ്ടുവന്ന അതൊക്കെ ഭഗവാനിലേക്ക് അർച്ചന നടത്തുകയാണ്. അപ്പോൾ ഭഗവാന് വേണ്ടത് അതാണ്. നമുക്ക് ദൂരെയുള്ള അമ്പലത്തിൽ നിന്നും പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നാളെ പ്രതിഷ്ഠ ദിനമാണ്. നാളെ രാവിലെ വരുന്ന സമയത്ത് നമ്മളെ ഈ നാട്ടുകാർ, ഈ ഗ്രാമക്ഷേത്രമാണ്, ഈ ഗ്രാമദേവനെ, ഈ മാതാവിനെ, ഭഗവതിയെ കാണാൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അല്പം നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ച ഇലയിൽ കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. വലിയ വേറൊന്നും നമുക്ക് ഭഗവാന് വേണ്ട, നമ്മുടെ സമർപ്പണമാണ് വേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് നിങ്ങൾ ഒരു ദിവസം നമ്മൾ കൊണ്ടുവരും. നിങ്ങൾ അപ്പം മനസ്സിലാവും അതിൻ്റെ ഒരു ഭക്തിരത്വം. നിങ്ങൾ കൊണ്ടുവന്ന് നേരെ പോയിട്ട് ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിച്ച് അവിടെ അർച്ചന നടത്തുന്ന ഒരു നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ഇനി അമ്പലത്തിൽ വരുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വരാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു ഗ്രാമക്ഷേത്രമാണ്. ഈ മോച്ചരിയും ഈ വട്ടക്കാലത്തും അതുപോലെ ഇപ്പോഴത്തെ ഇളമ്പയും എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ്, ഒരു ഗ്രാമക്ഷേത്രമാണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാളും പരിപാലിക്കേണ്ടത് ഈ ഗ്രാമക്ഷേത്രമാണ്. കാരണം ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തി 4-5 വർഷം തോന്നുന്നു. അപ്പം നാളെ തന്ത്രി വന്നിട്ട് നവീകരണമായ പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയിൽ, ആ ഉറപ്പിച്ച പ്രതിഷ്ഠയിൽ ചൈതന്യം വർദ്ധിപ്പിക്കും. അതാണ് നാളെ നടക്കാൻ പോകുന്നത്. തന്ത്രി വന്ന് ആ ക്രിയകളൊക്കെ ചെയ്തിട്ട് പോകും. തന്ത്രി പിന്നെ അടുത്ത വർഷം വരും, അടുത്ത മെയ് മാസത്തേക്ക് വരും.
പക്ഷെ ഈ ഒരു വർഷക്കാലം തന്ത്രി ആ ചൈതന്യം കൊടുത്ത ആ വിഗ്രഹത്തെ ശക്തിപ്പെടുത്തേണ്ടത് ഇവിടുത്തെ നല്ലവരായ സുഹൃത്തുക്കളായ സജ്ജനങ്ങളായ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുടെയും കടമയാണ്. അതുറപ്പാണ്. തന്ത്രി നാളെ വന്ന അതിൽ അഭിഷേകം ചെയ്തുകൊണ്ട് ചൈതന്യത്തെ വർദ്ധിപ്പിച്ചു പോയി കഴിഞ്ഞാൽ ആ ചൈതന്യത്തെ ലോപം വരുത്താതെ നിത്യവിധാനത്തിലൂടെ പരിപാലിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ മാത്രമേ ഈ നാട്ടിലും ഈ നാട്ടിലെ ഈ പരിസരത്ത് ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന എല്ലാവർക്കും ശ്രേയസ്സും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ഷേത്രത്തെ മുന്നോട്ടേക്ക് നയിക്കേണ്ട ആൾ നമ്മളാണ്. ഈ ഇരിക്കുന്ന ഓരോ ആൾക്കാരാണ്. ചിലപ്പോൾ ചെറിയ ആളുകൾ എന്ത് ചെയ്യും? ചില ആളുകൾ ദൂരെയുള്ള അമ്പലത്തിലേക്കൊക്കെ പോകും, അല്ലേ? പക്ഷേ ഈ മിറ്റത്തെ അമ്പലത്തിൽ വരാൻ ആൾക്കാരുണ്ടാവും. ഈ നാട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും. അവിടെ ദൂരെ കൊടുങ്ങല്ലൂരും മൂകാംബികയും ഗുരുവായൂരൊക്കെ പോവും. പക്ഷെ തൊട്ടടുത്തുള്ള ഗ്രാമദേവതയെ ഒന്ന് കാണാൻ, ആ ഗ്രാമദേവതയുടെ അനുഗ്രഹം ഒന്ന് വാങ്ങാണ്ട് ഇവിടെ ദൂരെയൊക്കെ പോകുന്ന പല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം എവിടെ വേണമെങ്കിൽ പോകാം. നമുക്ക് എവിടെയും പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പോകുന്ന സമയത്ത് ആദ്യം ഇവിടെ വരണം. ഈ ദേവതയോട് അനുവാദം വാങ്ങിയിട്ട് നമുക്ക് പോകാൻ. അതേപോലെ തന്നെ നമ്മുടെ വിശേഷാ ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലെ കുട്ടിയുടെ പിറന്നാളായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, അങ്ങനെ എല്ലാം വരുന്ന സമയത്തും ഈ അമ്മയ്ക്ക് നമ്മളൊന്ന് കൊടുക്കണം. നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ആ ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്കിവിടെ സമർപ്പിക്കാൻ സാധിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിത്യദിനം നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്ന നമ്മുടെ വേതനത്തിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കിവിടെ സമർപ്പിക്കാൻ സാധിക്കണം, അല്ലേ? നമ്മൾ ഇതിലേക്ക് മുന്നോട്ട് പോകാൻ, അല്ലേ? സമ്പത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഉത്സവമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ കമ്മിറ്റിക്കാർ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ആരാധനകൾ നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു വർഷം ആ ഈശ്വരൻ്റെ കൃപയാണ്. നമുക്ക് കൈകളും കണ്ണുകളും ഇതൊക്കെ തന്നത് ഈശ്വരനാണ്. നമുക്ക് നല്ലൊരു ആരോഗ്യം തന്ന ദേവതയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കാകുന്നത് പോലെ നമുക്ക് എന്താണ് ഇവിടെ കൊടുക്കാൻ പറ്റുക, ആകുന്നത് പോലെ നമുക്ക് ഇവിടുത്തെ തിരുനടയിൽ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ തരത്തിലേക്ക് അതൊക്കെ ആ സമർപ്പണം വരുന്ന സമയത്താണ് ഈ ക്ഷേത്രം ഒരുപാട് മുന്നോട്ടേക്ക് പോകാൻ. ഇതിലും ഭക്തജനങ്ങൾ വിടുന്ന തരത്തിലേക്ക് ഈ ക്ഷേത്രത്തെ നിത്യപൂജ നിദാനമായിട്ട് മാസത്തിൽ ഒരു ദിവസം പൂജയുണ്ടെങ്കിൽ ഇനി ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ സമയത്ത് എല്ലാ ദിവസവും പൂജയും എല്ലാ ദിവസവും ആളുകളും വിടുന്ന തരത്തിലേക്ക് ഈ ക്ഷേത്രത്തെ, ഈ ചൈതന്യവത്തായ ഈ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർക്ക് മാത്രമേ സാധിക്കൂ. അതിനെന്ത് ചെയ്യണം? ഇവിടെ നട തുറക്കുന്ന ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസമാണ് നട തുറക്കുന്നു തോന്നുന്നു. അന്ന് എല്ലാവരും ഒരുമിച്ച് കൂടി വന്നിട്ട് ഇവിടെ ഒരു സമൂഹ ആരാധന നടത്തുന്നുണ്ടെന്ന് തോന്നുന്നറിയില്ല. ഒരുമിച്ച് വന്നിട്ട് എല്ലാവരും ഈ പ്രദേശത്തിലെ ഇവിടെ ഇരിക്കുന്ന ഒരു മാസത്തിലൊരു ദിവസം, അല്ലെങ്കിൽ ആഴ്ചക്ക് എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചക്ക് പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം എല്ലാവരും കൂടി വന്ന് ഒരു 10-15 മിനിറ്റ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന നാമൊക്കെ ചൊല്ലി ആ ഒരു പ്രദക്ഷിണം വെക്കുന്ന സമയത്ത്, ഈ നാമജപം നടക്കുന്ന സമയത്താണ് ഈ ദേവിയുടെ ചൈതന്യമൊക്കെ വർദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവിടുത്തെ ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള ഫലങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചെയ്യുന്ന സമയത്ത് ഈ ദേവിയുടെ ചൈതന്യം വർദ്ധിച്ചു വരുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും ഒക്കെ അതിൻ്റെതായ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ആ തരത്തിലേക്ക് മാറ്റാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥയോടുകൂടി ഇന്നത്തെ ഈ പ്രഭാഷണം സമയമായി തോന്നുന്നു നിർത്താം. ഒരു ചെറിയൊരു കഥ. ഈ കഥ പറയുന്ന സമയത്ത് ഇവിടെ ഒരുപാട് പേർ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കസേരകൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാ കസാരയും നിറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ കഥയുടെ കൂടെ ഭാഗമാകണം. എന്നാൽ മാത്രമേ ഈ കഥ വിജയിക്കൂ. നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കണം. ഇത് കൈയടിച്ചിട്ട് അങ്ങനെയല്ല, ഒറ്റ കൈയ്യടി. സിനിയുടെ കോൺഗ്രസ് മൈക്കുണ്ടോ അവിടെ? മൈക്ക് ഒന്ന്. അപ്പോൾ കഥ പറയാം. കഥ ശ്രദ്ധിച്ച് കേൾക്കണേ എല്ലാവരും, കുട്ടികളും എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ ഈ കഥ രസമുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കഥ ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കഥയിൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കഥയാണ്. ആരും ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, അത് ഉറപ്പാണ്. കുറച്ച് കുട്ടികൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പം എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ കേട്ടിട്ടുണ്ടാവാം. എൻ്റെ ഗീതാമതത്തിലെ രക്ഷിതാക്കളൊക്കെ കേട്ടിട്ടുണ്ടാവാം. ബാക്കി ആരും കേൾക്കാൻ സാധ്യത വളരെ കുറവാണ്. കഥ ഇതൊരു കണ്ണൻ്റെ കഥയാണ്. കണ്ണനെ പറയാണ്ട് പോകാൻ പറ്റില്ല. കാരണം കണ്ണനായിട്ട് അത്രയും അഭേദ ബന്ധമുള്ളത്. കണ്ണനെ കുറിച്ച് പറയും ഇവിടെ പറയും. അപ്പോൾ ഈ കഥയിൽ കണ്ണൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കണം. കണ്ണൻ
പച്ച കൈ ഒറ്റടിക്ക് അടിക്കണം, പക്ഷെ എല്ലാവരും അടിക്കണം. ആ ബാക്കിലിരിക്കുന്ന ആൾ പോലും അടിക്കണം, എല്ലാ കുട്ടികളും അടിക്കണം. കണ്ണൻ ഒരേപോലെ അടിക്കുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. കണ്ണൻ ഓക്കെ അടിക്കുമല്ലോ. കഥ തുടങ്ങട്ടെ. ഒരു പൂജാരി കഥ തുടങ്ങിയ എനിക്ക് ശ്രദ്ധിക്കണേ. കണ്ണെന്ന് മാത്രമേ പറയുമ്പോൾ അടിക്കാൻ പാടുള്ളൂ. ഇപ്പം അടിക്കണ്ട, കണ്ണെന്ന് പറയുമ്പോൾ അടിക്കാൻ പാടുള്ളൂ. കാവെന്നും പറയുമ്പോൾ അടിക്കണേ. ഓക്കെ, കുറേ ആൾ അടിക്കും. നമുക്ക് നോക്കാം എത്ര ആൾ കഥയിലേക്ക് ലയിച്ച് നമുക്ക് നോക്കാം. ഒരു പൂജാരി, ആ പൂജാരി കണ്ണൻ്റെ ഭക്തനായിരുന്നു. ഒറ്റടിക്ക് അടിക്കണ്ടേ, ശ്രദ്ധിക്കണേ. കണ്ണൻ്റെ ഭക്തനായിരുന്നു. ഒറ്റടിക്കുക, കണ്ണൻ്റെ ഭക്തനായിരുന്നു. എല്ലാവരും ഒരേപോലെ അടിക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും കണ്ണനെ പൂജ ചെയ്യുക, കണ്ണനെ പ്രാർത്ഥിക്കുക, കണ്ണനെ നിവേദിക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ പതിവ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരു സപ്താഹ വേദിയിൽ പോയിട്ട് കണ്ണന് മാലയൊക്കെ ചാർത്തി കണ്ണനെ കുറിച്ചിൻ്റെ കഥ പറയാം. അപ്പോൾ അദ്ദേഹം കണ്ണനെ കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങി. കണ്ണന് പീതാംബരമുണ്ട്, കണ്ണന് മയിൽപ്പീലിയുണ്ട്, കണ്ണന് വനമാലയുണ്ട്, കണ്ണൻ വളരെ മനോഹരനാണ്, കണ്ണൻ സുന്ദരനാണ്. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് കണ്ണൻ്റെ സ്വർണ്ണാഭരണത്തിൽ വളരെ തുടങ്ങി. കണ്ണന് ധാരാളം സ്വർണ്ണങ്ങളുണ്ട്, ധാരാളം വനമാലയുണ്ട്, ധാരാളം എന്താ പറയേണ്ട രത്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് ഈ പൂജാരി രാത്രി നേരെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് രാത്രി കിടക്കാൻ നോക്കുമ്പോൾ ഏകദേശം സമയം 10 മണിയായി. 10 മണിയായ സമയത്ത് ഈ പൂജാരിയുടെ കതകിനാണ് ഒരു കൈമുട്ടി, കതക് മുട്ടിയ സമയത്ത് അപ്പോഴും പൂജാരി എന്ത് ചെയ്തു, തുറന്ന സമയത്ത് പിന്നെ അപ്പോൾ കള്ളൻ പൂജാരി ഞാൻ പറഞ്ഞില്ലേ കള്ളൻ അടിക്കുന്ന പറഞ്ഞു. അപ്പോൾ കള്ളനാണ്, കണ്ണനല്ല. അപ്പോൾ ഈ കള്ളനെ കണ്ട സമയത്ത് പൂജാരിക്ക് പേടിയായി. കാരണം വെച്ചാൽ പൂജാരിക്ക് വേഗം മനസ്സിലായി ഇത് കള്ളനാണെന്ന് മനസ്സിലായി. അപ്പോഴും പൂജാരിയോട് ചോദിച്ചു, ഈ രാവിലെ മുതൽ നിങ്ങൾ ഈ പറഞ്ഞൊരു കണ്ണനില്ലേ ഓൻ്റെ വീട് എവിടെയാണ്? വേഗം പറയുന്നു, ഇപ്പം തന്നെ പറയുന്നു. അപ്പോൾ ഇത് കേട്ട സമയത്ത് പൂജാരിക്ക് എന്താ പറയേണ്ടതില്ല, വേഗം പറയുന്നത് കത്തിയെടുത്ത് കാണിക്കുന്ന സമയത്ത് പൂജാരി പേടിച്ചിട്ട് പറഞ്ഞു, അത് പിന്നെ വേഗം പറയുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് കുറച്ച് ദൂരെയാണ്. എത്ര ദൂരെയാണെന്ന് എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ പറയുന്നു പറഞ്ഞു. അപ്പോൾ പൂജാരി പറഞ്ഞു ഒരുപാട് നടന്നാൽ ഏകദേശം ഇവിടെ നിന്ന് 5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു കാടുണ്ട്. ആ കാടിൻ്റെ ഉള്ളിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു മലയുണ്ട്. ആ മല ആയിരിക്കും ഇറങ്ങാൻ പറ്റില്ല, അത്രയും റിസ്ക് പിടിച്ച മലയാണ്. ആ മല ഇറങ്ങി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വന്യമൃഗങ്ങളുണ്ടാവും, ആനയുണ്ടാവും, സിംഹമുണ്ടാവും, കടുവയുണ്ടാവും, പുലിയുണ്ടാവും. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പുഴയുണ്ടാവും. ആ പുഴ നീന്തി കടന്ന് അക്കരെ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അപ്പോഴും അക്കരെ എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും നീന്തിക്കടന്ന് അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ വളരെ സുന്ദരമായ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ അപ്പുറത്ത് ഒരു അരയാളി കാണും. ആ അരയാളിൻ്റെ അവിടെ കണ്ണനുണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴും നേരം ഒന്നും പാടില്ല. അപ്പോൾ കള്ളൻ പോയ സമയത്ത് പൂജാരിക്ക് ഭയങ്കര സന്തോഷമായി പോയല്ലോ. കാരണം പച്ചക്കള്ളമാണ് പറഞ്ഞത്. ഈ പച്ചക്കള്ളം പറഞ്ഞ സമയത്ത് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കതകിന് മുട്ടുന്നു. അപ്പം വീണ്ടും കതകിന് മുട്ടിയിട്ട് പറഞ്ഞു